हरि ओम नारायण। श्री कृष्ण गोविंद हरे मुरारे, श्रीनाथ नारायण वासुदेव। 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 सर्वत्र गोविंद नाम संकीर्तनं गोविंद गोविंद। अगजानन पद्मार्कं गजाननमहर्निशम् अनेकदं गुरवे सर्वलोकानां भिषजे भवरोगिणां निधये सर्वविद्यानां दक्षिणामूर्तये नमः। अस्मद्गुरुचरणारविन्दाभ्यां नमः। ज्ञानानन्दमयं देवं निर्मलस्फटिकाकृतिम् आधारं सर्वविद्यानां हयग्रीवमुपास्महे। ॐ श्री हयग्रीवमूर्तये नमः। सरस्वती नमस्तुभ्यं वरदे कामरूपिणि, विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा। ॐ श्री महासरस्वत्यै नमः। उमाकोमलहस्ताब्जसम्भावितललाडगं हिरण्यकुण्डलं वन्दे कुमारं पुष्करस्रजम्। ॐ वेट्रिवेल मुरुगनुक्कु हरोहरा। भूतनाद सदानंद सर्वभूतदयापरा, रक्ष रक्ष महाबाहो शास्त्रे तुभ्यं नमो नमः। स्वामिये शरणमय्यप्पा। कोमलं कूजयन् वेणुं श्यामलोऽयं कुमारगः, वेदवेद्यं परं ब्रह्म भासतां पुरतो मम। सायंकाले वनान्ते कुसुमितसमये सैकते चन्द्रिकायां, त्रैलोक्याकर्षणाङ्गं सुरवरगणिका मोहनापाङ्गमूर्तिं, सेव्यं शृङ्गारभावैः नवरसभरितैः गोपकन्यासहस्रैः, वन्देऽहं रासकेळीरतमतिसुभगं वश्यगोपालकृष्णम्। आनीलश्लक्ष्णकेशं ज्वलितमकरसल्कुण्डलं मन्दहासस्यन्दार्द्रम्, कौस्तुभश्रीपरिगतवनमालोरुहाराभिरामं, श्रीवत्साङ्गं सुबाहुं मृदुलसदुदरं कञ्चनच्छायचेलं, चारुस्निग्धोरुमम्बोरुहललितपदं भावयेऽहं भवन्दम्। श्रीकृष्ण गोविन्द हरे मुरारे, श्रीनाथ नारायण वासुदेव। श्रीकृष्ण गोविन्द हरे मुरारे, श्रीनाथ नारायण वासुदेव। श्रीकृष्ण गोविन्द हरे मुरारे, श्रीनाथ नारायण वासुदेव। सर्वत्र गोविन्द नाम संकीर्तनं गोविन्द गोविन्द। मोक्षाब्धिसारमय भागवताख्यदध्नो नारायणीय नवनीतमहो गृहीत्वा, मायामयौगपरितप्तजनाय योदाद्, नारायणावनिसुराय
നമോസ്തു തസ്മൈ. ഗംഗാ ഗീതാ ച ഗായത്ര്യപി ച തുളസികാ ഗോപികാ ചന്ദനം തത് സാളഗ്രാമാഭി പൂജാ പരപുരുഷ തദൈകാദശീ നാമവർണ്ണാഃ. ഏതാന്യഷ്ടാപ്യയത്നാന്യൈകലിസമയേ ത്വൽപ്രസാദപ്രവൃദ്ധ്യാ ക്ഷിപ്രം മുക്തിപ്രദാനീത്യഭിദദുർഷയഃ തേഷു മാം സജ്ജയേതാഃ. പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോ വിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ. എഴുപത്തിമൂന്നാം ദശകം ഭഗവാന്റെ മധുരാപുരി യാത്രയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലൊരു അവസാനത്തെ ഒരു 3 ശ്ലോകങ്ങൾ, 4 ശ്ലോകങ്ങൾ ബാക്കിയുണ്ട്. 4 ശ്ലോകം ബാക്കിയുണ്ട്. 6 ശ്ലോകം കണ്ടു, ഇനി 4 എണ്ണം. നമുക്ക് 73-ാം ദശകം വായിക്കാം. ഓം. ദശകം 73, ഭഗവാന്റെ മധുരാപുരി യാത്ര. നിശമയ്യതവാദയാനവാർത്താം വൃഷമാർത്താ പശുപാലബാലികാസ്താഃ കിമിദം കിമിദം കദം ന്വിതീമാഃ സമവേതാ പരിദേവിധാന്യകുർവൻ. കരുണാനിധിരേഷ നന്ദസൂനുഃ കഥമസ്മാൻ വിസൃജേദനന്യനാദാഃ. ബദനഃ കിമുദൈവമേവമാസീദ ഇതി താസ്ത്വൽഗതമാനസാ വിലേബുഃ. ചരമപ്രഹരേ പ്രതിഷ്ഠമാനഃ സഹ പിത്രാ നിജമിത്രമണ്ഡലൈശ്ച പരിതാപപരം നിതംബിനീനാം ശമയിഷ്യൻ വ്യമുചഃ സഖായമേകം. അചിരാദുപയാമി സന്നിധിം വോ ഭവിതാ സാധുമയൈവ സംഗമശ്രീഃ. അമൃതാംബുനിധൗ നിമജ്ജയിഷ്യേ ദ്രുതമിത്യാശ്വസിതാവധൂരകാർഷീഃ. സവിഷാദപരം സയാജ്ഞമുച്ഛൈഃ അതിദൂരം വനിതാഭിരീക്ഷ്യമാണഃ. മൃദു തദ്ദിശി പാതയന്നപങ്കാൻ സബലോ ക്രൂരരഥേന നിർഗതോ ഭൂഃ. അനസാ ബഹുളേന വല്ലവാനാം മനസാ ചാനുഗതോദവല്ലഭാനാം. വനമാർത്തമൃഗം വിഷണ്ണവൃക്ഷം സമതീതോ യമുനാതടീം അയാസീഃ. നിയമായ നിമജ്ജവാരിണി ത്വാം അഭിവീക്ഷ്യാദരദേവി ഗാന്ധിനേയഃ. വിവശോചനി കിം വിദം വിഭോസ്തേ നനു ചിത്രം ത്വവലോകനം സമന്താത്. പുനരേഷ നിമജ്ജ പുണ്യശാലീ
പുരുഷം ത്വാം പരമം ഭുജംഗഭോഗേ അരികംബുഗദംബുജൈ സ്ഫുരന്തം സുരസിദ്ധൗകപരീതമാലുലോകേ സതദാ പരമാത്മസൗഖ്യസിന്ധൗ വിനിമഗ്നഃ പ്രണുവൻ പ്രകാരഭേദൈഃ അവിലോക്യ പുനശ്ച ഹർഷസിന്ധോഃ അനുവൃത്യ പുളകാവൃതോ യയൗ ത്വാം കിമു ശീതളിമാമഹാഞ്ജലേയത് പുളകോസൗ ഇതി ചോദിതേന തേന അതിഹർഷ നിരുത്തരേണ സാർദ്ധം രഥവാസീ പവനേശ പാഹി മാം ത്വം കിമു ശീതളിമാമഹാഞ്ജലേയത് പുളകോസാവിതി ചോദിതേന തേന അതിഹർഷ നിരുത്തരേണ സാർദ്ധം രഥവാസീ പവനേശ പാഹി മാം ത്വം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഇപ്പോൾ കഴിഞ്ഞ ദശകത്തിൽ അക്രൂരൻ്റെ ആഗമനവും ഭഗവാൻ എങ്ങനെയാണ് അക്രൂരനെ സ്വീകരിച്ചത്, അത് കഴിഞ്ഞ് സൽക്കാരമൊക്കെ കഴിഞ്ഞ് രാത്രി മുഴുവൻ അക്രൂരനുമായി കുശല പ്രശ്നങ്ങളുമായി വിശേഷങ്ങളുമായിട്ട് കഴിച്ചുകൂട്ടി രാവിലെ പുലർച്ചെ പുറപ്പെടാനുള്ള തീരുമാനവുമായി എന്നായിരുന്നു. ആ സമയത്ത് ഗോപികമാർ ഭഗവാനെ കാത്തിരുന്ന് കാണാതെ വിഷമിച്ച് ആരുടെ വീട്ടിലായിരിക്കും ഇന്ന്, ചന്ദ്രാഗൃഹേ കിമുത ചന്ദ്രഭഗാഗൃഹേനു രാധാഗൃഹേനു ഭവനേ കിമു മൈത്രവിന്ദേ ധൂർത്തോ വിളംബതേ. എന്താ ഈ ധൂർത്തനെ കാണാത്ത, ഈ കപടനെ വഞ്ചകനെ കാണാത്തതെന്താ, വൈകുന്നതെന്താ? ഇങ്ങനെ ആ പ്രമദാഭിരുച്ചൈരാശങ്കിതോ നിശി. രാത്രി നേരത്ത് ഇങ്ങനെ ശങ്കിച്ചുകൊണ്ട് അവരിരുന്നപ്പോഴാണ് പുലർകാലെ അല്ലെങ്കിൽ രാത്രി നേരത്ത് ഗോപികമാരിൽ ആരൊക്കെയോ വന്ന് പറഞ്ഞു, അതേ സംഗതി സീരിയസ് ആണ് എന്ന്. അക്രൂരൻ എന്നൊരു ക്രൂരൻ വന്നിട്ടുണ്ട്. നമ്മുടെ പ്രാണനായ ഭഗവാനെ കൃഷ്ണനെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. മധുരാപുരിയിലേക്ക് കൊണ്ടുപോകാനായിക്കൊണ്ടുള്ള ഒരുക്കമാണ്. രാവിലെ പോകാനായിക്കൊണ്ട് തീരുമാനിച്ചിരിക്കുന്നു. നന്ദഗോപരും കൂടെ പോണ്ട്, പല ഗോപന്മാരും പോകുന്നുണ്ട് എന്നാണ് കേട്ടത്. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുന്നതായിട്ട് ഞങ്ങൾ മനസ്സിലാക്കി. ഞങ്ങളുടെ വീട്ടിൽ നിന്നും ചില പുരുഷന്മാരൊക്കെ പോകുന്നുണ്ട്, അതാണ് ഞങ്ങൾ അറിയാൻ കാരണം എന്ന് പറഞ്ഞ് ചില സ്ത്രീകളൊക്കെ വന്ന് ഈ ബാക്കിയുള്ള സ്ത്രീകളോടൊക്കെ അറിയിച്ചു. അങ്ങനെ സ്ത്രീകളെല്ലാം വളരെയധികം വിഷമിക്കുന്നു, എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ. കരുണാമൂർത്തിയായ ഭഗവാൻ നമ്മളെ ഉപേക്ഷിച്ചുകൊണ്ട് പോകുകയാണോ, എന്താ ഇത് എന്നിങ്ങനെ അവരെല്ലാം പരിദേവതാനി അകുർവന്, പരിദേവനങ്ങളെ ചെയ്തു. എങ്ങനെ അദ്ദേഹത്തിന് നമ്മളെ വിട്ടിട്ട് പോകാൻ തോന്നുന്നു? നമ്മൾ അനാഥകളല്ലേ, അദ്ദേഹത്തെ മാത്രം ആശ്രയിച്ചവരല്ലേ, അനാഥനാഥകളല്ലേ നമ്മൾ. എന്താ നമ്മുടെ തലയിലെഴുത്ത് എന്നല്ലാതെ എന്താ പറയാ? ബദനക്യമു ദൈവമേവമാസീത് ഇതി താഹ ത്വൽഗതമാനസാ വിലേബുഹു. അങ്ങനെ ആ സ്ത്രീകൾ അങ്ങയിൽ മനസ്സ് സമർപ്പിച്ചവരായി, അങ്ങയെ തന്നെ ചിന്തിക്കുന്നവരായി വിലപിച്ചു. അങ്ങനെ പുലർകാലത്തിന് മുമ്പേ തന്നെ ബ്രാഹ്മമുഹൂർത്തത്തിൽ ചരമപ്രഹരത്തിൽ രാത്രിയുടെ അന്ത്യയാമത്തിൽ പ്രതിഷ്ഠമാനഹ അങ്ങ് പുറപ്പെട്ടവനായി. ആരോടുകൂടെ? പിത്രാസഹ അച്ഛനോടുകൂടെയും നിജമിത്രമണ്ഡലയിച്ച കൂട്ടുകാരായിട്ടുള്ള പലരും കൂടെയുണ്ട്, ഗോപന്മാരൊക്കെ ഉണ്ട്. അങ്ങനെ പോകുന്നതായിട്ടുള്ള സമയത്ത് ഗോപികമാരുടെ കരച്ചിൽ മാറ്റാൻ, അവരുടെ ദുഃഖം മാറ്റാൻ പരിതാപപരം നിതംബിനീനാം ശമയിഷ്യൻ വെമുജഹ സഖായം ഏകം, ഒരു കൂട്ടുകാരനെ ദൂതനായിട്ട് അയച്ചു. എന്താ പറഞ്ഞത് ദൂതൻ? അചിരാതുപയാമി സന്നിധിംബോ, വളരെ താമസിയാതെ നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരും. ഭവിതാ സാധുമയൈവ സംഗമശ്രീഹി, നിങ്ങൾക്ക് എന്നോട് അധികം താമസിയാതെ തന്നെ
സംഗമശ്രീ ഭവിക്കും, സംഗമൈശ്വര്യം ഭവിക്കും. അമൃതാംബുനിതൗ നിജം നിമജ്ജയിഷ്യേ, നിങ്ങളെ ഞാൻ അമൃതസാഗരത്തിൽ മുഴുക്കിക്കാം. ദ്രുതമിതി ആശ്വസിത വധൂരകാർഷീഹി, അങ്ങനെ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്ന് നിങ്ങൾക്ക് സന്തോഷം തരാം എന്ന് പറഞ്ഞ് ആ വധുക്കളെ ആശ്വസിതരാക്കി അങ്ങ് ചെയ്തു. അല്പമെങ്കിലും അവർക്കൊരു ആശ്വാസം കൊടുത്തു, ഇങ്ങനൊരു ദൂതനെ അയച്ചിട്ട് വന്നു. അങ്ങനെ അവർ വളരെ വിഷാദഭാരത്തോടുകൂടിയും ഭഗവാന്റെ പുറകെ അപേക്ഷിച്ചുകൊണ്ടും സവിഷാദപരം സയാജ്ഞമുച്ചൈഹി അതിദൂരം വനിതാഭിരീക്ഷ്യമാണ്, വളരെ ദൂരം ആ വനിതകൾ അങ്ങയെ നോക്കിക്കൊണ്ട് പുറകെ വരുന്നു. എന്നാൽ മൃദു തദ്ദിശി പാതയൻ അപാങ്കാൻ, അങ്ങാകട്ടെ അവരുടെ നേർക്ക് ചെറുതായിട്ടൊരു കടാക്ഷം മാത്രം, മൃദുവായ കരുണയോടുകൂടി ഒരു കടാക്ഷം മാത്രം കൊടുത്ത് സബലോ അക്രൂരരഥേന നിർഗതോ ഭൂഹു, ബലരാമനോടുകൂടി അക്രൂരന്റെ രഥത്തിൽ അങ്ങ് നിർഗമിച്ചവനായി ഭവിച്ചു. അങ്ങനെ അങ്ങയുടെ കൂട്ടുകാരായിട്ടുള്ള വല്ലഭന്മാരാൽ പിന്തുടരപ്പെട്ടും അനേക വണ്ടികളിൽ പിന്തുടരപ്പെട്ടും വല്ലഭമാരുടെ ഗോപികമാരുടെ മനസ്സുകൊണ്ട് പിന്നാലെ പിന്തുടരപ്പെട്ടും, അതുപോലെ അവിടെ വനത്തിലുള്ള മാനുകളും മറ്റുമൊക്കെ വിഷണ്ണരായി നിൽക്കുന്നു, വൃക്ഷങ്ങൾ പോലും ശോകമൂകരായി നിൽക്കുന്നു. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് വനമാർത്ത മൃഗം വിഷണ്ണ വൃക്ഷം സമതീതോ യമുനാ തടീം അയാസീഹി. അങ്ങനെയുള്ള ആ വൃന്ദാവനത്തെ കടന്ന് അവിടെയുള്ള ആളുകളെല്ലാം വിഷമിച്ച് നിൽക്കുമ്പോൾ അവരെല്ലാം കടന്നു വന്നങ്ങ് യമുനാ തീരത്ത് എത്തിച്ചേർന്നു. യമുനാ തടീം അയാസീഹി, യമുനാ തടത്തിൽ വന്ന് ചേർന്നു. വൃന്ദാവനത്തിൻ്റെ തൊട്ട് പുറത്തു ഭാഗത്തായിട്ട് യമുനാ തീരത്ത് എത്തിച്ചേർന്നു. ഇനി എന്താ ചെയ്യാൻ പോണത്? ഇനി നേരം പുലരന്നേ ഉള്ളൂ. അപ്പോൾ സന്ധ്യാവന്ദനം ചെയ്യണം അക്രൂരന്. അപ്പോൾ അദ്ദേഹം അതിനായിക്കൊണ്ട് രഥം നിർത്തി രഥത്തിൽ നിന്ന് ഇറങ്ങി കൃഷ്ണനെയും രാമനെയും വിളിച്ചു നോക്കി, നിങ്ങൾ വരണോ? ഒരു കുളിയൊക്കെ കഴിച്ച് സന്ധ്യാവന്ദനമൊക്കെ കഴിച്ച് വരാം എന്ന്. പക്ഷേ രാമകൃഷ്ണന്മാർക്ക് സന്ധ്യാവന്ദനത്തിൻ്റെ ആയിട്ടില്ല, ഉപനയനം കഴിച്ച് ആ സംസ്കാരം ആയിട്ടില്ല. അതുകൊണ്ട് അവർക്കതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ കുട്ടികളെ പോലെയുള്ള പ്രായം 11 വയസ്സാണ് കൃഷ്ണന്. ബലരാമൻ അതിൽ വെച്ച് കുറച്ച് മാസങ്ങൾ മൂക്കും, 12 വയസ്സെന്ന് കണക്കാക്കാം. അപ്പം എന്തായാലും ഉപനയനം കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് അവർക്ക് ആ കർമ്മമില്ല. രാവിലെ തന്നെ അമ്മ ചെറുതായിട്ട് എന്താ പറയുക കുളിയൊക്കെ കഴിപ്പിച്ച് വസ്ത്രമൊക്കെ മാറിയിട്ടുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഇനിയും കുളിച്ച് വസ്ത്രം നനയ്ക്കാനൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് ഇറങ്ങുന്നില്ല, നല്ല തണുപ്പ് എന്ന് പറഞ്ഞ് വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ്, രഥത്തിൽ തന്നെ ഇരിക്കുകയാണ് രാമനും കൃഷ്ണനും. അക്രൂരൻ ആ യമുനയിലിറങ്ങി കുളിക്കാൻ മുങ്ങിയതായുള്ള സമയത്ത് അദ്ദേഹത്തിന് ഒരു അത്ഭുത ദർശനം ഉണ്ടാവുകയാണ്. എന്താ ഉണ്ടായത്? ആ മുങ്ങിയിടത്ത് രാമനും കൃഷ്ണനും വെള്ളത്തിൻ്റെ അടിയിൽ കളിക്കുന്നു. രഥത്തിൽ ഇരുന്നിട്ട് ഞങ്ങൾക്ക് തണുക്കണു വരുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ ഇരുത്തിയിട്ട് എന്നാൽ ശരി നിങ്ങൾ ഇരിക്കൂ ഞാൻ വേഗം വരാ എന്ന് പറഞ്ഞ് അക്രൂരൻ വന്ന് വെള്ളത്തിൽ മുങ്ങിയതാണ്. മുങ്ങിയപ്പോൾ തന്നേക്കാൾ മുമ്പേ അതാ വെള്ളത്തിൻ്റെ അടിയിൽ രണ്ടുപേരും കളിക്കണം. ഇത് കണ്ടിട്ട് അത്ഭുതപ്പെടുകയാണ്. എന്നിട്ട് പൊങ്ങി രഥത്തിലേക്ക് നോക്കി, എന്താ ഞാൻ കാണുന്നത് എന്ന് നോക്കിയപ്പോൾ രഥത്തിലും ഉണ്ട് രാമകൃഷ്ണന്മാർ. അവർ രണ്ടാളും രഥത്തിലും ഉണ്ട്. അപ്പം ഞാൻ ആരെയാ പിന്നെ കണ്ടത് വെള്ളത്തിൻ്റെ അടിയിൽ എന്ന് വിചാരിച്ച് ഒന്നുകൂടെ മുങ്ങുക. ഒന്നുകൂടെ മുങ്ങിയപ്പോഴോ കാഴ്ച മാറി. രാമനും കൃഷ്ണനുമല്ല, പകരം ആദിശേഷൻ്റെ മെത്തയിൽ ഭഗവാൻ വൈകുണ്ഠനാഥൻ കിടക്കുന്നു. വിഷ്ണു ഭഗവാൻ വൈകുണ്ഠമൂർത്തിയായി ആദിശേഷ മെത്തയിൽ കിടക്കുന്നു. വൈകുണ്ഠ ദർശനം. ആ വൈകുണ്ഠത്തിലുള്ള പാർഷദന്മാരോടുകൂടി ഭഗവാന്റെ ശംഖചക്ര ഗദാപത്മങ്ങളോടുകൂടി മറ്റ് പാർഷദന്മാരെല്ലാം സേവിക്കുന്ന ഭാവത്തിൽ രാജാതിരാജനായി വൈകുണ്ഠവാസനായി ഭഗവാൻ ദർശനം കൊടുത്തു. അത് കണ്ട് രോമാഞ്ച കളയപരനായിട്ടുള്ള അക്രൂരൻ എന്തെന്നില്ലാത്ത ആനന്ദത്തോടുകൂടെ ബ്രഹ്മാനന്ദം അനുഭവിച്ചുകൊണ്ട് ഭഗവാനെ സ്തുതിക്കുന്നു. ഇതാണ് നടക്കാൻ പോകുന്ന സംഭവം. അപ്പോൾ അത് നമുക്ക് നോക്കാം. 7, 8, 9 ശ്ലോകങ്ങളിലാണ് ഈ വിഷയം. നിയമായ നിമജ്ജവാരിണിത്വാം അഭിവീക്ഷ്യാദരദേഭിഗാന്ധിനേയഃ വിവശോജനികിം ഇദം വിഭോസ്തേ നനു ചിത്രം ത്വവലോകനം സമന്താത്. നിയമായ നിമജ്ജവാരിണിത്വാം
അഭിവീക്ഷ്യാദരദേവി ഗാന്ധിനേയഃ വിവശോ ജനികിം നിതം വിഭോസ്തേ നനു ചിത്രം ത്വവലോകനം സമന്താത്. അപ്പോ ഗാന്ധിനേയഃ എന്ന് പറയുന്നുണ്ട്. ഗാന്ധിനി പുത്രനായ അക്രൂരൻ, അതാണ് ഗാന്ധിനേയഃ. അദ്ദേഹം എന്ത് ചെയ്തു? നിയമായ നിമജ്ജ വാരിണി. നിയമം എന്ന് പറഞ്ഞാൽ നിത്യകർമ്മങ്ങൾ, അദ്ദേഹത്തിൻ്റെ സന്ധ്യാവന്ദനാദി തർപ്പണാദികളൊക്കെ ചെയ്യാൻ വേണ്ടി നിയമങ്ങൾ ചെയ്യുവാനായിക്കൊണ്ട് വാരിണി നിമജ്ജ. വാരിണി എന്ന് പറഞ്ഞാൽ വാരി ശബ്ദത്തിൻ്റെ സപ്തമിയാണ് വാരിണി, വെള്ളത്തിൽ എന്നർത്ഥം. ഇപ്പൊ വെള്ളത്തിൽ നിമജ്ജ, മുങ്ങിയിട്ട് മജ്ജനം ചെയ്തിട്ട് ത്വാം അഭിവീക്ഷ്യ അങ്ങയെ കണ്ടിട്ട്, വെള്ളത്തിൽ അങ്ങയെ കണ്ടു, രാമകൃഷ്ണന്മാരെ കണ്ടു. അതരദേവി, അത് കഴിഞ്ഞ് പൊങ്ങി നോക്കി, രഥത്തിലുണ്ടായിരുന്നല്ലോ അവര് എന്ന് പറഞ്ഞ് നോക്കിയപ്പോഴോ രദേവി, രഥത്തിലുണ്ട്. ത്വാം വീക്ഷ്യ, വെള്ളത്തിന്റെ അടിയിലും അങ്ങയെ കണ്ടു, രഥത്തിലും ഇരിക്കുന്നതായിട്ട് ആ ഗാന്ധിനേയൻ കണ്ടു. എന്നിട്ടോ അദ്ദേഹം വിവശോ അജനി, അദ്ദേഹം പരവശനായി തീർന്നു, വിവശനായി ഭവിച്ചു. അജനി എന്ന് പറഞ്ഞാൽ ജനിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ ഭവിച്ചു. വിവശനായി ഭവിച്ചു, പരവശനായി ഭവിച്ചു, ഭക്തിപരവശനായി ഭവിച്ചു എന്നൊക്കെ അർത്ഥം. ആനന്ദപരവശനായി ഭവിച്ചു, വിവശോ അജനി. എന്നിട്ടോ അദ്ദേഹം ആശ്ചര്യപ്പെട്ടു. കിംനു ഇതം, എന്താ ഇത് എന്നിങ്ങനെ അദ്ദേഹം ആശ്ചര്യപ്പെട്ടു. മേൽപ്പത്തൂർ ഭഗവാനോട് ചോദിക്കണം, വിഭോ തേ നനു ചിത്രം ത്വവലോകനം സമന്താത്. വിഭോ എന്ന് പറഞ്ഞാൽ തന്നെ സർവവ്യാപിൻ തേ അവലോകനം തു സമന്താത് ചിത്രം നനു. അങ്ങയുടെ അവലോകനം എല്ലാ ഭാഗത്തും കാണുക എന്നുള്ളത് ചിത്രമാണോ, വിചിത്രമാണോ, ആശ്ചര്യമാണോ? എന്താ അതിൽ ഇത്ര ആശ്ചര്യപ്പെടാനുള്ളത് എന്നാ മേൽപ്പത്തൂർ ചോദിക്കുന്നത്. എന്താ വെച്ചാൽ അങ്ങാരാ വിഭു, സർവവ്യാപിയായിട്ടുള്ള അങ്ങയുടെ അവലോകനം സമന്താത് നാലു ഭാഗത്തും പല പ്രകാരത്തിൽ കാണുക എന്നുള്ളത്, എല്ലായിടത്തും അങ്ങയെ ദർശിക്കുക എന്നുള്ളത് എന്താ പതിൽ ഇത്ര ആശ്ചര്യപ്പെടാനുള്ളത്? ചിത്രം നനു, ഇത് ചിത്രമൊന്നുമല്ല. അറിവുള്ളവർക്ക്, ഭഗവാന്റെ തത്വം അറിയുന്നവർക്കത് ചിത്രമല്ല എന്ന് പറയാം. എങ്കിലും അക്രൂരൻ ആശ്ചര്യപ്പെട്ടു പോയി. അക്രൂരൻ ഭഗവാന്റെ തത്വത്തെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇത് അനുഭവമാകുന്നത്. കേട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ, പല എന്താ പറയുക ഗ്രന്ഥങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഭഗവാൻ സർവവ്യാപിയാണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പതാ കാണാൻ തുടങ്ങി. അതിപ്പോ സത്യം വിദാതും നിജഭൃത്യഭാഷിതം എന്നൊക്കെ പറഞ്ഞ പോലെ ഭഗവാന്റെ വാക്കുകളെ സത്യമാക്കി ചെയ്തുകൊണ്ട്, ഭഗവാൻ വേദവാക്കുകളൊക്കെ സത്യമാക്കി ചെയ്തുകൊണ്ട് തൻ്റെ സർവവ്യാപകത്വം, തൻ്റെ വിശ്വരൂപഭാവം എല്ലാം അക്രൂരന് കാണിച്ചു കൊടുത്തു എന്നർത്ഥം. താൻ എല്ലായിടത്തും ഉണ്ട്, എല്ലാം താനാണ്, തന്നിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല എന്നുള്ള രഹസ്യത്തെ സൂക്ഷ്മമായിട്ട് അക്രൂരന് കാണിച്ചു കൊടുത്തു. ഇത് ആശ്ചര്യമാണോ എന്ന് മേൽപ്പത്തൂരിന്റെ വകൊരു ചോദ്യം. നിയമായ നിമജ്ജവാരിണി ത്വാം അഭിവീക്ഷ്യാദരദേവി ഗാന്ധിനേയഃ വിവശോ ജനികിം നിതം വിഭോസ്തേ നനു ചിത്രം ത്വവലോകനം സമന്താത്. പുനരേഷ നിമജ്ജ പുണ്യശാലീ പുരുഷം ത്വാം പരമം ഭുജംഗഭോഗേ അരികംബുഗദാംബുജൈസ്ഫുരന്തം സുരസിദ്ധൗഗപരീതമാലുലോകേ. പുനരേഷ നിമജ്ജ പുണ്യശാലീ പുരുഷം ത്വാം പരമം ഭുജംഗഭോഗേ അരികംബുഗദാംബുജൈസ്ഫുരന്തം സുരസിദ്ധൗഗപരീതമാലുലോകേ. അപ്പോ വെള്ളത്തിന്റെ അടിയിൽ രാമകൃഷ്ണന്മാരെ കണ്ട് രഥത്തിലേക്ക് നോക്കിയപ്പോഴും രാമകൃഷ്ണന്മാർ ചിരിച്ചുകൊണ്ടിരിക്കുന്നതോടെ അവ താൻ എന്താ ഭ്രമിച്ചതാണോ സംശയം തോന്നി. ഒന്നുകൂടെ മുങ്ങി നോക്കാമെന്ന് വിചാരിച്ച് ഒന്നുകൂടെ മുങ്ങി. പുനഃ ഏഷഃ പുണ്യശാലീ നിമജ്ജ. വീണ്ടും ആ പുണ്യശാലിയായ അക്രൂരൻ വെള്ളത്തിലേക്ക് മുങ്ങിയിട്ട് പുരുഷം ത്വാം പരമം ഭുജംഗഭോഗേ,
അരികമ്പു ഗദാംബുജൈ സ്ഫുരന്തം സുരസിദ്ധൗക പരീതം ആലുലോകേ. അപ്പൊ പുനഃ ഏഷഃ പുണ്യശാലി നിമജ്യ, വീണ്ടും ആ പുണ്യശാലിയായ അക്രൂരൻ വെള്ളത്തിൽ മുങ്ങിയിട്ട് പുരുഷം ത്വാം ആലുലോകേ എന്നാണ്. പുരുഷനായ, പുരാണ പുരുഷനായ, വിരാട് പുരുഷനായ ത്വാം, അങ്ങയെ, ഈശ്വരനായ അങ്ങയെ, പരമാത്മാവായ അങ്ങയെ, പരമം പുരുഷം ത്വാം, പരമപുരുഷനായ അങ്ങയെ ആലുലോകേ ആലോകനം ചെയ്തു, അങ്ങയെ കണ്ടു. എങ്ങനെയായിട്ട്? ഭുജംഗഭോഗേ സ്ഫുരന്തം. ഭുജംഗഭോഗം എന്ന് പറഞ്ഞാൽ ഭുജംഗം സർപ്പം, ആദിശേഷനാകുന്ന സർപ്പത്തിന്റെ ഭോഗം മെത്ത, അതിൽ സ്ഫുരന്തം, അതിൽ പ്രകാശിക്കുന്നതായിട്ട്. എങ്ങനെയൊക്കെ സ്ഫുരന്തം? അരി കമ്പു ഗദ അംബുജൈഹി സ്ഫുരന്തം. അരി എന്ന് പറഞ്ഞാൽ ചക്രം, ആരമുള്ളത് ചക്രം. അരി കമ്പു എന്ന് പറഞ്ഞാൽ ശംഖ്, ഗദ കൗമോദകി എന്ന ഗദ, അംബുജൈഹി അംബുജം താമര. അപ്പൊ ഇങ്ങനെ ചക്രം, ശംഖ്, ഗദ, താമര, ഇതൊക്കെ 4 കൈകളിൽ ധരിച്ച് പ്രകാശിക്കുന്ന സ്ഫുരന്തം. ഭുജംഗഭോഗേ സ്ഫുരന്തം. ആദിശേഷനാകുന്ന മെത്തയിൽ ശയിക്കുന്നവനായിട്ട് 4 കൈകളിൽ 4 ആയുധങ്ങളുമായി പ്രകാശിക്കുന്ന അങ്ങയെ സുരസിദ്ധൗക പരീതം. സുരന്മാരുടെയും സിദ്ധന്മാരുടെയും ഓകം എന്ന് പറഞ്ഞാൽ സമൂഹം, ദേവസമൂഹത്താലും സിദ്ധസമൂഹത്താലും എന്ന് വെച്ചാൽ മഹർഷിമാരും ദേവന്മാരും ഗന്ധർവന്മാര് കിന്നരന്മാർ വിദ്യാധരന്മാർ, അതുപോലെ ഭഗവാന്റെ പാർഷദന്മാർ, വിഷ്ണു പാർഷദന്മാർ മുതലായവരാലെല്ലാം പരീതം ചുറ്റപ്പെട്ടവനായിട്ട് ആ പരമം പുരുഷം ത്വാം ആലുലോകേ, പുരുഷോത്തമനായ പരമപുരുഷനായ ജഗതീശ്വരനായ നാരായണനായ വൈകുണ്ഠമൂർത്തിയായ അങ്ങയെ ആലുലോകേ നന്നായി ആസമന്താത് ലോകനം ചെയ്തു. നന്നായി കണ്ടു, തെളിഞ്ഞു കണ്ടു, അടുത്ത് കണ്ടു, പ്രകാശിച്ചു കണ്ടു. വൈകുണ്ഠമൂർത്തിയെ ദർശിച്ചു. ആര്? അക്രൂരൻ. തന്റെ തൊട്ടു മുമ്പിൽ അത്ഭുതപ്പെട്ടു എന്നർത്ഥം. പുനരേഷ നിമജ്ജ പുണ്യശാലി പുരുഷം ത്വാം പരമം ഭുജംഗഭോഗേ അരികംബുഗദാംബുജൈ സ്ഫുരന്തം സുരസിദ്ധൗകപരീതമാലുലോകേ സതദാ പരമാത്മസൗഖ്യസിന്ധൗ വിനിമഗ്നഃ പ്രണുവൻ പ്രകാരഭേദൈഃ അവിലോക്യ പുനശ്ച ഹർഷസിന്ധോഃ അനുവൃത്യാ പുളകാവൃതോ യയൗ ത്വാം സതദാ പരമാത്മസൗഖ്യസിന്ധൗ വിനിമഗ്നഃ പ്രണുവൻ പ്രകാരഭേദൈഃ അവിലോക്യ പുനശ്ച ഹർഷസിന്ധോഃ അനുവൃത്യാ പുളകാവൃതോ യയൗ ത്വാം. ഇവിടെ അക്രൂരന് ഭഗവാൻ ഇങ്ങനൊരു വൈകുണ്ഠ ദർശനം കൊടുത്തതിന്റെ കാരണം എന്താണ്? അക്രൂരന്റെ ഉള്ളില് ഒരു ശങ്കയും ഭയവും കുറ്റബോധവും ഒക്കെ ഉണ്ടായിരുന്നു. അക്രൂരൻ കംസന്റെ ആജ്ഞയനുസരിച്ച് ഭഗവാനെ, കൃഷ്ണനെയും രാമനെയും കൊച്ചുകുട്ടികളെ കൊണ്ടുപോവുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? കംസന്റെ ഉദ്ദേശം എന്താണ്? കൊല്ലാൻ വേണ്ടിയിട്ടാണ്. മല്ലയുദ്ധത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചതിപ്രയോഗത്തിലൂടെയോ അസുരന്മാരെ കൊണ്ട് കൊല്ലിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ ആ ഒരു ഭയം അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട്, അക്രൂരന്റെ ഉള്ളിലുണ്ട്. കൊച്ചു കുട്ടികൾ, 10-11 വയസ്സ് പ്രായമുള്ള എന്താ പറയുക, കോമള ബാലന്മാർ, ഇവർക്കുണ്ടോ ആ കംസന്റെ അടുത്തുള്ളതായിട്ടുള്ള വലിയ ചാണൂരനും മുഷ്ടികനും അതുപോലെയുള്ളതായിട്ടുള്ള ഗംഭീരന്മാരായിട്ടുള്ള എന്താ പറയുക റെസ്ലിംഗ് ചാമ്പ്യൻസ്, അവരോട് വല്ലതും മല്ലുകെട്ടാൻ പറ്റുന്നു? ഇവരുടെ പണി കഴിഞ്ഞു തന്നെ. അല്ലെങ്കിലോ കുവലയാപീഠത്തെ പോലെയുള്ള മതയാനയൊക്കെ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. ആ ആനയെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് ഭടന്മാരെ കൊണ്ടോ ഒക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ആക്രമിച്ച് കൊല്ലാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ കോമള ബാലന്മാർ എങ്ങനെ അതിനെ പ്രതിരോധിക്കും? അദ്ദേഹത്തിന് ശങ്ക, അദ്ദേഹത്തിന് ഭയം, അതോടൊപ്പം കുറ്റബോധം. താനാണല്ലോ അതിന് കാരണക്കാരൻ, താനാണല്ലോ അവരെ കൊണ്ടുപോകുന്നത് എന്നുള്ള കുറ്റബോധം. ഇതൊക്കെ കൊണ്ട് ആകെ അസ്വസ്ഥനായിരുന്നു ഉള്ളുകൊണ്ട് അക്രൂരൻ. അദ്ദേഹത്തിന്റെ ആ ഒരു അസ്വസ്ഥതയും ഭയവും ദുഃഖവും എല്ലാം, കുറ്റബോധമെല്ലാം മാറ്റിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആരെയാ കൊണ്ടുപോകുന്നത്? കണ്ടോളൂ,
വെറും കൃഷ്ണനും ബലരാമനും 11 വയസ്സുള്ള കൊച്ചു കുട്ടികളല്ല, കോമള ബാലന്മാരല്ല. ആരാണ്? വിശ്വത്തിന്റെ നാഥനാണിതാ, ആദിശേഷനാണ് ബലരാമൻ. ഈ ഭൂമിയെ മുഴുവൻ, ലോകങ്ങളെ മുഴുവൻ തൻ്റെ ശിരസിൽ ധരിക്കുന്ന ആദിശേഷമൂർത്തിയാണ് ബലരാമൻ. അതുപോലെ ലോകങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന മഹാവിഷ്ണു നാരായണനാണ്, ആദിനാരായണനാണിതാ താൻ കൃഷ്ണരൂപത്തിൽ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തനിക്ക് ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. ഭഗവാന്റെ കാര്യം ഭഗവാൻ വളരെ ഭംഗിയായി നോക്കിക്കോളും. കംസന്റെ കാര്യം കഴിഞ്ഞു, ധൈര്യമായിരിക്കൂ എന്നുള്ള ആ ഒരു ആശ്വാസം കൊടുക്കാൻ, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആ കുറ്റബോധത്തെ നീക്കിക്കൊടുക്കാൻ, അദ്ദേഹത്തിൻ്റെ ഭയം മാറ്റിക്കൊടുക്കാൻ, അതൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭക്തിക്കുള്ള അനുഗ്രഹവും കൂടിയായി. അദ്ദേഹത്തിന് ഭഗവാനെ കാണണം എന്നുള്ളതായിട്ടുള്ള കൊതി ഉണ്ടായിരുന്നു, ഭക്തി ഉണ്ടായിരുന്നു. അതും കൂടി അദ്ദേഹത്തിന് സാക്ഷാത്കരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അക്രൂരൻ എന്നൊരു ജ്ഞാനീ ഭക്തനാണ് അദ്ദേഹം. ആ ജ്ഞാനീ ഭക്തനായിട്ടുള്ള അക്രൂരനെ അനുഗ്രഹിക്കുന്ന, അദ്ദേഹത്തിൻ്റെ സംശയങ്ങളെല്ലാം നീക്കി സാക്ഷാത്കാരം കൊടുക്കുന്ന ഒരു ദർശനമാണ് ഈ വൈകുണ്ഠ ദർശനം. അതോടുകൂടി അക്രൂരന് പിന്നൊന്നും പറയാനില്ല. ഉള്ളിലെ ആനന്ദം മാത്രം, വേറെ ഒരു മൂടും അദ്ദേഹത്തിന് പിന്നെ വന്നിട്ടില്ല. അദ്ദേഹത്തിന് ഒരു വിഷമവും പിന്നെ ഉണ്ടായിട്ടില്ല. ആനന്ദത്തിൽ നിറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പിന്നെ പോകുന്നത്. സതദാ പരമാത്മസൗഖ്യ സിന്ധൗ വിനിമഗ്നഃ പ്രണുവൻ പ്രകാരഭേദൈഃ അവിലോക്യ പുനശ്ച ഹർഷ സിന്ധോഃ അനുവൃത്യ പുളകാവൃതോ യജൗ ത്വാം. സഹ അക്രൂരഃ തഥാ, അപ്പോൾ എന്നർത്ഥം. ആ വെള്ളത്തില് ഭഗവാനെ, വൈകുണ്ഠമൂർത്തിയെ ദർശിച്ചപ്പോൾ എന്നർത്ഥം. 4 കൈകളിൽ ദിവ്യായുധങ്ങളും അതുപോലെ മറ്റ് പാർഷദന്മാരാലും ദേവന്മാരാലും സിദ്ധന്മാരാലും ഒക്കെ സേവിതനായിട്ട് കണ്ടിട്ട് എന്നർത്ഥം. ആ ക്രൂരൻ സതത പരമാത്മസൗഖ്യസിന്ധൗ വിനിമഗ്നഃ, എന്താ പറയുക, പരമാത്മസൗഖ്യസിന്ധൗ, പരമാനന്ദമാകുന്ന പരമാത്മസൗഖ്യം എന്ന് പറഞ്ഞാൽ പരമാനന്ദം തന്നെ, ബ്രഹ്മാനന്ദം തന്നെ. അതിൻ്റെ സിന്ധുവിൽ വിനിമഗ്നഃ, സമുദ്രത്തിൽ, ആനന്ദ സമുദ്രത്തിൽ വിശേഷേണ നിതരാം മഗ്നഃ, നന്നായി മുഴുകിയവനായിട്ട്, ആനന്ദ സമുദ്രത്തിൽ, ബ്രഹ്മാനന്ദ സമുദ്രത്തിൽ മുഴുകിയവനായിട്ട്, വൈകുണ്ഠ ദർശനം കൊണ്ട് പൂർണ്ണനായിട്ട്, പ്രകാരഭേദൈഹി പ്രണുവൻ, പ്രകാരഭേദൈഹി വിവിധ പ്രകാരങ്ങളിൽ, പ്രണുവൻ പ്രണുവൻ പ്രകർഷേണ നുതി ചെയ്തിട്ട്, നുതി ചെയ്യാ സ്തുതിക്കുക. അപ്പൊ ഭഗവാനെ സ്തുതിച്ചു. എങ്ങനെ? പ്രകാരഭേദൈഹി. എങ്ങനെ പ്രകാരഭേദൈഹി എന്ന് പറഞ്ഞാൽ സഗുണ സാകാര ഭാവത്തിലും നിർഗുണ നിരാകാര ഭാവത്തിലും എന്നർത്ഥം. സഗുണ സാകാരനായി വിവിധങ്ങളായ അവതാരമൂർത്തികളെ എടുക്കുന്നതും അങ്ങു തന്നെ. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ പരമകാരണമായ ആശ്രയമായ ബ്രഹ്മതത്വവും അങ്ങ് തന്നെ. സച്ചിദാനന്ദ സ്വരൂപനും അങ്ങ് തന്നെ. അങ്ങ് നിത്യനാകുന്നു, അങ്ങയ്ക്ക് ജനന മരണങ്ങളില്ല എന്നുള്ള തത്വങ്ങളും പറഞ്ഞുകൊണ്ട് 2 പ്രകാരത്തിലും, പ്രകാരഭേദൈഹി, സാകാര നിരാകാര ഭേദൈഹി, സഗുണ നിർഗുണ ഭേദൈഹി എന്നൊക്കെ അർത്ഥത്തില് പ്രകാരഭേദൈഹി പ്രണുവൻ. അപ്പോൾ വാസ്തവത്തിൽ ശ്രീമദ് ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ 40-ാം അധ്യായം 43 ശ്ലോകങ്ങൾ അക്രൂര സ്തുതി, ഗംഭീര സ്തുതിയാണ്. അത്രയും വലിയ സ്തുതിയെ 2 വാക്കുകൊണ്ട് മേൽപ്പത്തൂർ ചുരുക്കി. എന്താ 2 വാക്ക്? പ്രകാരഭേദൈഹി പ്രണുവൻ. ഒരൊറ്റ അധ്യായം, 43 ശ്ലോകങ്ങളുള്ള വലിയ അധ്യായമാണ്, വലിയ ശ്ലോകങ്ങളാണ് ഓരോ ശ്ലോകവും. അങ്ങനെയുള്ള ഗംഭീര സ്തുതിയെ 2 വാക്കുകൊണ്ട് മേൽപ്പത്തൂർ ചുരുക്കി. എന്താ പറഞ്ഞ? പ്രകാരഭേദൈഹി പ്രണുവൻ. 40-ാം അധ്യായം ബും. പ്രകാരഭേദങ്ങളെ കൊണ്ട് നാനാപ്രകാരത്തിൽ സ്തുതിച്ചിട്ട് പുനഃച അവിലോക്യ, വീണ്ടും അങ്ങയെ നോക്കിയപ്പോൾ എന്തില്ല? കാണാനില്ല. അതാണ് അവിലോക്യ എന്ന് പറഞ്ഞാല് വിലോകനം ചെയ്തപ്പോൾ കാണാനില്ല. അതാണ് അവിലോകനം. അവിലോകനം നവിലോക്യ എന്നർത്ഥം. അങ്ങയെ കാണാതെയായി. സ്തുതി കഴിഞ്ഞ് പിന്നെ കണ്ണു തുറന്ന് നോക്കിയപ്പോ ആളെ കാണാനില്ല. താനും യമുനാ നദിയും മാത്രം. പിന്നെ പൊങ്ങി നോക്കിയപ്പോ രഥത്തില് 2 ആളും ഇരിപ്പുണ്ട്. ഇവിടെയുള്ള രൂപം ഭഗവാൻ മറച്ചു, വൈകുണ്ഠമൂർത്തി. അങ്ങനെ പുനഃ അവിലോക്യ, അങ്ങയെ കാണാതായപ്പോൾ
എന്നാലും ഹർഷസിന്ധോഹോ അനുവൃത്യ പുളകാവൃത ത്വാം യയൗ. ഹർഷസിന്ധോഹോ അനുവൃത്യ എന്ന് പറഞ്ഞാൽ ആ ആനന്ദ സിന്ധുവിൽ മുഴുകിയതിൻ്റെ അനുവൃത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഹാങ് ഓവർ, അനുവർത്തനം, തുടർച്ചയായിട്ടുള്ള അതിൻ്റെ ഹാങ് ഓവർ പിന്നാലെ തന്നെ പിടികൂടിയിരുന്നു. അത് വിട്ടുപോകുന്നില്ല അദ്ദേഹത്തിന്. എന്തൊരു ദർശനമാണ് അദ്ദേഹം കണ്ടത്. അപ്പം അതിൻ്റെ അനുവർത്തനം കൊണ്ട്, അതിൻ്റെ തുടർച്ച കൊണ്ട്, അതിൻ്റെ ഫോളോ അപ്പ് കൊണ്ട്, അതിൻ്റെ ഹാങ് ഓവർ കൊണ്ട് പുളകാവൃത, രോമാഞ്ച കളയപരനായിട്ട് ശരീരം മുഴുവൻ പുളകം, രോമങ്ങനെ എഴുന്നേറ്റ് നിൽക്കുക. അങ്ങനെ എന്തൊക്കെയോ ഒരു നിർവൃതിയോടുകൂടി ത്വാം യയൗ എന്ന് പറഞ്ഞാൽ രഥത്തിലുള്ള അങ്ങയുടെ അടുത്തേക്ക് വന്നു, അങ്ങയെ സമീപിച്ചു, രഥത്തിലേക്ക് വന്നു, കുളി കഴിച്ച് ദേഹമൊക്കെ തുടച്ച് അങ്ങയുടെ അടുത്തേക്ക് വന്നു. അപ്പോഴും അദ്ദേഹത്തിന്റെ ആ രോമാഞ്ചം മാറിയിട്ടില്ല. രോമങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കണു, വല്ലാത്തൊരു അനുഭവത്തോടു കൂടിയിട്ട്. അതാണ് 9ാമത്തെ ശ്ലോകം. സതദാ പരമാത്മ സൗഖ്യ സിന്ധൗ വിനിമഗ്നഃ പ്രണുവൻ പ്രകാരഭേദൈഃ അവിലോക്യ പുനശ്ച ഹർഷ സിന്ധോഃ അനുവൃത്യ പുളകാവൃതോ യജൗ ത്വാം കിമു ശീതളിമാ മഹാഞ്ജലേ യത് പുളഗോസൗ ഇതി ചോദിതേന തേന അതിഹർഷ നിരുത്തരേണ സാർദ്ധം രഥവാസീ പവനേശ പാഹി മാം ത്വം. കിമു ശീതളിമാ മഹാഞ്ജലേ യത് പുളഗോസൗ ഇതി ചോദിതേന തേന അതിഹർഷ നിരുത്തരേണ സാർദ്ധം രഥവാസീ പവനേശ പാഹി മാം ത്വം. അപ്പോ രോമാഞ്ചത്തോടുകൂടി അക്രൂരൻ കയറി വരുമ്പോൾ ഭഗവാൻ രഥത്തിലിരുന്ന് അക്രൂരനെ നോക്കി ഒരു തമാശയായി കളിയാക്കും പോലെ ചോദിക്കുകയാണ്, കിമു ശീതളിമാ മഹാഞ്ജലേ യത് പുളഗോസൗ. ഭഗവാൻ ചോദിക്കുകയാണ്, അസൗ പുളകഃ യത്, അങ്ങയുടെ ശരീരത്തിൽ കാണുന്ന ഈ പുളകത്തിന്റെ കാരണം എന്താ? പുളഗോസൗ യത് കിമു ശീതളിമാ മഹാൻ ജലേ മഹാൻ ശീതളിമാ കിമു. ജലത്തില് മഹത്തായ ശീതളിമയുണ്ടോ, തണുപ്പുണ്ടോ? നല്ല തണുപ്പുണ്ട് തോന്നണില്ലേ എന്ന് ഭഗവാൻ കളിയാക്കിക്കൊണ്ട് അക്രൂരനോട് ചോദിക്കണം. അതുകൊണ്ടല്ലേ മേലെയൊക്കെ രോമാഞ്ചം കാണുന്നത് എന്ന് ഇതി ചോദിതേന തേന. ഇപ്രകാരം ചോദിതനായി അക്രൂരൻ. എന്നാൽ ആ അക്രൂരേണ എന്ത് മറുപടി പറയപ്പെട്ടു? തേന അതിഹർഷ നിരുത്തരേണ. ഒന്നുകൂടെ ഹർഷം വർദ്ധിച്ചു അദ്ദേഹത്തിന്. ഭഗവാന്റെ ഈ തമാശാക്കലും കൂടി കണ്ടപ്പോൾ അമ്പടെ കള്ള, ഞാൻ ഒന്നും പറയില്ല എന്ന മട്ടില് അക്രൂരൻ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഹർഷം വർദ്ധിച്ചു എന്നല്ലാതെ ഉത്തരവൊന്നും മിണ്ടിയില്ല. ഭഗവാനെ നോക്കി കണ്ണിറുക്കിയിട്ടുണ്ടാവും. അങ്ങനെ തന്നെ എന്നുള്ള മട്ടില്, അങ്ങ് പറഞ്ഞതുപോലെ തന്നെ എന്നുള്ള മട്ടില് കണ്ണിറുക്കി തലയാട്ടിയിട്ടുണ്ടാവും. വേറെ ഒന്നും പറഞ്ഞില്ല എന്നാ. അതിഹർഷ നിരുത്തരേണ, ഒരു മറുപടിയും പറയാതെ ഹർഷം വർദ്ധിച്ചവനായ ക്രൂരനോട് സാർദ്ധം, കൂടെ, അദ്ദേഹത്തോടു കൂടി രഥവാസി, ആ രഥത്തിൽ വസിച്ചുകൊണ്ട് അങ്ങതാ വീണ്ടും മധുരാപുരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കണു. അങ്ങനെയുള്ള പവനേശ ഗുരുവായൂരപ്പ പാഹിമാം ത്വം. ത്വം, ആ അങ്ങ്, മാം പാഹി, എന്നെയും രക്ഷിച്ചാലും. അങ്ങ് ജഗദീശ്വരനല്ലേ, ആദിനാരായണനല്ലേ, വൈകുണ്ഠമൂർത്തിയല്ലേ. ഗുരുവായൂരപ്പ, ആ അക്രൂരന് കൊടുത്ത ദർശനം എനിക്കും നൽകി അനുഗ്രഹിച്ചാലും, അക്രൂരന് കൊടുത്ത ആനന്ദവും ഭക്തിയും എനിക്കും നൽകി അനുഗ്രഹിച്ചാലും, പവനേശ പാഹിമാം ത്വം എന്ന് പറഞ്ഞ് മേൽപ്പത്തൂർ സമർപ്പിച്ചു. കിമു ശീതളിമാ മഹാഞ്ജലേ യത് പുളഗോസൗ ഇതി ചോദിതേന തേന അതിഹർഷ നിരുത്തരേണ സാർദ്ധം രഥവാസീ പവനേശ പാഹി മാം ത്വം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ.
അടുത്തത് 74-ാം ദശകം. ഭഗവാൻ മധുരാപുരിയിലേക്ക് പ്രവേശിക്കുന്നു. പിന്നീട് നടക്കുന്ന സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ്? ഭഗവാൻ മധുരയിൽ പ്രവേശിച്ച ശേഷം വരിയായിട്ട് നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ഓരോരോ ശ്ലോകങ്ങളിലൂടെ മേൽപ്പത്തൂർ അവതരിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് കംസന്റെ ധനുർയാഗ വേദിയിലേക്ക് പോകുന്നതും ആ ധനുസ്സെടുത്ത് പൊട്ടിച്ച് ബഹളം ഉണ്ടാക്കുന്നതും അതിനുശേഷം പിന്നീട് പിറ്റേ ദിവസമാണ് കുവലയാപീഠത്തെ വധിക്കുന്നതും കംസന്റെ അടുത്തേക്ക് എത്തുന്നതും മല്ലന്മാരെയൊക്കെ വധിച്ച ശേഷം പിന്നീട് കംസവധവും ചെയ്യുന്നത് 75-ാം ദശകത്തിലാണ്. 74-ലെ അതിനു മുമ്പുള്ള ഭാഗം ഭഗവാന്റെ മധുരാപുരി പ്രവേശം. അത് നമുക്ക് നോക്കാം. നാരായണ നാരായണ. ദശകം 74 ഭഗവാന്റെ മധുരാപുരി പ്രവേശം. സംപ്രാപ്തോ മധുരാം ദിനാർദ്ധവിഗമേ തത്രാന്തരസ്മിൻ വസൻ ആരാമേ വിഹിതാശനഃ സഖിജനൈഃ യാതഃ പുരീമീക്ഷിതും പ്രാപോ രാജപദം ചിരശ്രുതിധൃതവ്യാലോകകൗതൂഹല സ്ത്രീപുംസോദ്യതഗണ്യ പുണ്യനികളൈഃ ആകൃഷ്യമാണോനു കിം തുൽപാദദ്യുതിവത്സരാഗസുഭഗാഃ ത്വന്മൂർത്തിവദ്യോഷിതഃ സംപ്രാപ്താവിലസത്പയോധരരുചോ ലോലാഭവദൃഷ്ടിവത് ഹാരിണ്യസ്ത്വദുരസ്ഥലീവദയിതേ മന്ദസ്മിത പ്രൗഢിവത് നൈർമല്യോല്ലസിതാ കചൗഗരുചിവത് രാജത്കലാഭാശ്രിതാഃ താസാം ആകലയന്നപാംഗവലനൈഃ മോദം പ്രഹർഷാത്ഭുതവ്യാലോലേഷു ജനേഷു തത്ര രജകം കഞ്ചിത് പടീം പ്രാർത്ഥയൻ കസ്തേ ദാസ്യതി രാജകീയവസനം യാഹീതി തേനോദിതഃ സദ്യസ്തസ്യ കരേണ ശീർഷമഹൃദാഃ സോപ്യാപ പുണ്യാം ഗതിം ഭൂയോ വായകമേകമായതമതിം തോഷേണ വേഷോചിതം ദാശ്വാംസം സ്വപദം നിനേദ സുകൃതം കോ വേദ ജീവാത്മനാം മാലാഭിസ്തവകൈസ്തവൈരപി പുനർ മാലാകൃതാമാനിതോ ഭക്തിം തേന വൃതാം ദിദേശിത പരാം ലക്ഷ്മീം ച ലക്ഷ്മീപദേ കുബ്ജാമബ്ജവിലോചനാം പതി പുനർദൃഷ്ട്വംഗരാഗേ തയാ ദത്തേ സാധു കിലംഗരാഗമദദാഃ തസ്യാമഹാന്തം ഹൃദി ചിത്തസ്താം ഋജുതാം അദപ്രദയിതും ഗാത്രേപി തസ്യാ സ്ഫുടം ഗൃഹ്ണൻ മഞ്ജുകരേണ താം ഉദനയഃ താവൽ ജഗൽ സുന്ദരീം താവന്നിശ്ചിത വൈഭവാസ്തവ വിഭോ നാത്യന്ത പാപാജനാഃ യത്കിഞ്ചിദ്ദദതേ സ്മ ശക്ത്യനുഗുണം താംബൂലമാല്യാദികം ഗൃഹാനഃ കുസുമാദികിഞ്ചന തദാ മാർഗേ നിബദ്ധാഞ്ജലിഃ നാതിഷ്ടം ബദഹായതോദ്യ വിപുലാം ആർത്തിം വ്രജാമി പ്രഭോ യേഷ്യാമീതി വിമുക്തയാപി ഭഗവൻ ആലേപദാത്ര്യാ തയാ ദൂരാത് കാതരയാ നിരീക്ഷിതഗതിഃ ത്വം പ്രാവിശോ ഗോപുരം ആഘോഷാനുമിതത്വദാഗമം ആഗമമഹാഹർഷോല്ലളത്
ദേവകീ വക്ഷോജപ്രകളത് പയോരസമിഷാത് ത്വൽകീർത്തിരന്തർഗത ആവിഷ്ടോ നഗരീം മഹോത്സവവതീം കോദണ്ഡശാലാം വ്രജൻ മാധുര്യേണ नु തേജസാ नु പുരുഷൈഃ ദൂരേണ ദത്തന്തരഃ സ്രഗ്ഭിർഭൂഷിതമർച്ചിതം വരദനുഃ മാമേതി വാദാത് പുരഃ പ്രാഗൃഹാസമരോപയ കില സമാക്രാക്ഷീരഭാംക്ഷീരപി സ്വക്കം സക്ഷപണോത്സവസ്യ പുരതഃ പ്രാരംഭതൂര്യോപമശ്ചാപധ്വംസമഘാധ്വനി തവ വിഭോ ദേവാൻ അരോമാഞ്ജയത് കംസസ്യാപി ച വേപദുസ്തദുദിതഃ കോദണ്ഡഗണ്ഡദ്വയീ ചണ്ഡാഭ്യാഹത രക്ഷിപൂരുഷരവൈഃ ഉത്കൂലിതോ ഭൂത്വയാ ശിഷ്ടൈർദുഷ്ടജനൈശ്ച ദൃഷ്ടമഹിമാ പ്രീത്യാ ച ഭീത്യാ തതഃ സംപശ്യൻ പുരസമ്പദം പ്രവിചരൻ സായം ഗതോ വാടികാം ശ്രീദാംനാ സഹരാധികാ വിരഹജം ഖേദം വദൻ പ്രസ്വപൻ ആനന്ദൻ അവതാര കാര്യഘടനാത് വാതേശ സംരക്ഷമാം ശ്രീദാംനാ സഹരാധികാ വിരഹജം ഖേദം വദൻ പ്രസ്വപൻ ആനന്ദൻ അവതാര കാര്യഘടനാത് വാദേശ സംരക്ഷമാം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ നാരായണ നാരായണ. ഇപ്പോൾ ഭഗവാന്റെ മധുരാപുരി പ്രവേശം അക്രൂരനുമായി യമുനയിൽ നിന്ന് കയറിയതിന് ശേഷം വന്ന് രഥത്തിൽ വന്ന് മധുരാപുരിയുടെ പുറത്ത് ബാഹ്യഭാഗത്തുള്ള ഒരു ഉപവനത്തിൽ വെച്ച് നന്ദനും മറ്റ് ഗോപന്മാരും വന്നവർ മുമ്പേ എത്തിയിട്ടുണ്ട്. അവർ കാരണം ഇവർ കുളിക്കാനിറങ്ങിയില്ല. അക്രൂരൻ കുളിക്കാനും സന്ധ്യാവന്ദനത്തിലൊക്കെ നിന്ന സ്ഥലത്ത് സന്ധ്യാവന്ദനമൊക്കെ കഴിഞ്ഞ് അത്ഭുതമൊക്കെ കഴിഞ്ഞ് അക്രൂരനും കൃഷ്ണനും ബലരാമനും കൂടി രഥത്തിൽ വരുമ്പോഴേക്കും അവരെ ഓവർടേക്ക് ചെയ്ത് പോയി കഴിഞ്ഞു. ആര്? നന്ദനും ഗോപന്മാരുമെല്ലാം മുമ്പേ ചെന്നിരുന്നു. ആ മുമ്പേ ചെന്നവർ അവർക്ക് പ്രത്യേകമായിട്ടുള്ള സ്ഥലങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും കൂടി കൊള്ളില്ല. രാജകൊട്ടാരത്തിൻ്റെ അകത്ത് ഒരുപാട് അതിഥികൾ വന്നു ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് പ്രത്യേകമായിട്ട് കൊട്ടാരത്തിൻ്റെ പുറത്ത് തന്നെ ഇത്രയും കൂടുതൽ ആളുകൾ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ടെമ്പററി ടെൻറ്റുകൾ നമ്മുടെ കുംഭമേളയ്ക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കാണാം. നിങ്ങൾക്ക് ഓരോ ഭാഗത്തു നിന്നും വരുന്ന ഗ്രൂപ്പുകൾക്ക് പ്രത്യേകമായിട്ട് ടെൻറ്റുകൾ പണിത് കഴിച്ചിട്ടുണ്ടാവും. അതിൻ്റെ അകത്ത് AC വരെ ഉണ്ടാവും. വേണമെങ്കിൽ ഈ ടോയ്ലറ്റുകൾ, AC എന്നൊക്കെ പറഞ്ഞ മാതിരി ഇപ്പോഴത്തെ കുംഭമേള സൗകര്യങ്ങളൊക്കെ യോഗി ആദിത്യനാഥിൻ്റെയും അല്ലെങ്കിൽ അതുപോലെയുള്ള നല്ല സൗകര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞു വന്നത് അതുപോലെ ഉപവനത്തിലാണ് ഇവർക്ക് അറേഞ്ച്മെൻറ്റ് താമസത്തിന്. അപ്പോൾ അവിടെ ഇവർ വണ്ടിയൊക്കെ അഴിച്ചിട്ട് നന്ദനും കൂട്ടുകാരും ഒക്കെ അവിടെ ഇറങ്ങി കാത്തു നിൽപ്പുണ്ട് ഇവരെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുറകെ വരികയാണ് അക്രൂരനും ബലരാമനും കൃഷ്ണനുമായിട്ട്. ഇവരെ വഴിയിൽ കണ്ടു. അപ്പോൾ തന്നെ കൃഷ്ണനും ബലരാമനും അക്രൂരനോട് പറഞ്ഞു, ഞങ്ങളും ഇവിടെ ഇറങ്ങുകയാണ്. അപ്പോൾ അക്രൂരൻ ഭഗവാനോട് പറഞ്ഞു, പോകാം, അകത്തേക്ക് പോകാം, എൻ്റെ വീട്ടിലേക്ക് പോകാം.
എൻ്റെ വീട്ടിലേക്ക് പോകാം, മാത്രമല്ല രാജാവിനെ മുഖം കാണിക്കണം, നമ്മൾ വന്നു എന്നുള്ള കാര്യം അറിയണ്ടേ, പോയ കാര്യം ഞാൻ സാധിച്ചിട്ട് വന്നു എന്നുള്ളത് അറിയിക്കേണ്ടേ അദ്ദേഹത്തെ. അപ്പോൾ രാജാവിനെ മുഖം കാണിച്ചിട്ട് എൻ്റെ ഗൃഹത്തിൽ പോയി താമസിക്കാം എന്ന് അക്രൂരൻ വളരെ വിനീതനായി ഭഗവാനോട് അപേക്ഷിച്ചു. ഭഗവാൻ പറഞ്ഞു, ഇപ്പം ഞങ്ങളിവിടെ ഇറങ്ങുന്നു, രാജാവിനെ നാളെ കാണാം, അങ്ങ് ചെന്ന് പറഞ്ഞോളൂ ഞങ്ങൾ എത്തിയിട്ടുണ്ടെന്ന്. ഇന്നിപ്പോൾ സന്ധ്യാവേള ആയിക്കഴിഞ്ഞു, വൈകുന്നേരം ആവാറായി. അപ്പോൾ ഞങ്ങൾ ഇവിടേക്ക് ഒന്ന് ചുറ്റിക്കാണട്ടെ കൂട്ടുകാരൊക്കെ ആയിട്ട്. നാളെ നമുക്ക് കംസനുമായിട്ടുള്ള അല്ലെങ്കിൽ ധനുർയാഗത്തിലൊക്കെ പങ്കെടുക്കും, കംസനെ കാണലൊക്കെ നാളെ ചെയ്യാം. ഇന്ന് അങ്ങ് ചെന്ന് പറഞ്ഞോളൂ ഞങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളത്, ധൈര്യമായിട്ട് പറഞ്ഞോളൂ, അങ്ങ് പോയി വിശ്രമിക്കൂ. അങ്ങയുടെ വീട്ടിലേക്ക് പിന്നൊരു ദിവസം വരാം, തീർച്ചയായിട്ടും വരും എന്ന് ഭഗവാൻ വാക്കും കൊടുക്കുകയാണ്. അങ്ങനെ അക്രൂരൻ മനസ്സില്ലാ മനസ്സോടെ ഭഗവാനെ വിട്ടുപോയി കംസനോട് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിൽ പോയി ഭഗവാനെക്കുറിച്ച് ഓർത്തുകൊണ്ട് കഴിയുകയാണ്. അപ്പോൾ ആ സന്ദർഭത്തെ ഇവിടെ ചുരുക്കിയാണ് മേൽപ്പത്തൂർ അവതരിപ്പിച്ചിട്ടുള്ളത്. നോക്കാം നമുക്ക്. ഒന്നാമത്തെ ശ്ലോകം. സംപ്രാപ്തോ മധുരാം ദിനാർദ്ധവിഗമേ തത്രാന്തരസ്മിൻ വസൻ ആരാമേ വിഹിതാശന സഖിജനൈഃ യാതഃ പുരീം ഈക്ഷിതും പ്രാപോ രാജപദം ചിരശ്രുതിധൃതവ്യാലോകകൗതൂഹല സ്ത്രീപുംസോദ്യതഗണ്യ പുണ്യനികളൈഃ ആകൃഷ്യമാണോനു കിം. സംപ്രാപ്തോ മധുരാം ദിനാർദ്ധവിഗമേ തത്രാന്തരസ്മിൻ വസൻ ആരാമേ വിഹിതാശന സഖിജനൈര്യാത പുരീമീക്ഷിതും പ്രാപോ രാജപദം ചിരശ്രുതിധൃതവ്യാലോകകൗതൂഹല സ്ത്രീപുംസോദ്യതഗണ്യ പുണ്യനികളൈഃ ആകൃഷ്യമാണോനു കിം. ഇപ്പം മേൽപ്പത്തൂർ ചുരുക്കിയാ വർണ്ണിക്കുന്നത്. അക്രൂരൻ പറഞ്ഞതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അക്രൂരനോട് ഭഗവാൻ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞതും പറഞ്ഞില്ല. എന്താ പറയണ ഇവിടെ? സംപ്രാപ്തോ മധുരാം ദിനാർദ്ധവിഗമേ. ദിനാർദ്ധവിഗമം എന്ന് പറഞ്ഞാൽ പകുതി ദിനം കഴിഞ്ഞപ്പോൾ എന്നാണ്. അപ്പോൾ മധ്യാഹ്നം കഴിഞ്ഞു, സായാഹ്നം അടുത്തുകൊണ്ടിരിക്കുന്നു. മധ്യാഹ്നം കഴിഞ്ഞു, ദിനാർദ്ധം വിഗമിച്ചു, പകുതി ദിവസം കഴിഞ്ഞു. ആ സമയത്താണ് ത്വം മധുരാം സംപ്രാപ്തഃ, മധുരാപുരിയിലേക്ക് പ്രാപിച്ചത്. അപ്പോൾ ഇപ്പോൾ അരദിവസം കൊണ്ടെത്തി. അക്രൂരൻ പോകുമ്പോൾ കൂടുതൽ സമയം എടുത്തു, വരുമ്പോൾ കുറച്ച് സമയം എടുത്തുള്ളൂ. അങ്ങനെ പക്ഷെ വളരെ നേരത്തെ പുറപ്പെട്ടുല്ലോ അല്ലേ, സൂര്യോദയത്തിനൊക്കെ മുമ്പേ പുറപ്പെട്ടിരുന്നു. അതുകൊണ്ട് ദിനാർദ്ധവിഗമേ മധുരാം സംപ്രാപ്തഃ, മധ്യാഹ്നം കഴിഞ്ഞപ്പോൾ മധുരയിലേക്ക് പ്രാപിച്ച അങ്ങ് തത്ര അന്തരസ്മിൻ ആരാമേ വസന്ന്. തത്ര അവിടെ അന്തരസ്മിൻ എന്ന് പറഞ്ഞാൽ ബഹിർഭാഗത്ത് അല്ലെങ്കിൽ അതിർത്തിയിലുള്ളത് എന്നൊക്കെ അർത്ഥം. അതിർത്തിയിലുള്ളതായിട്ടുള്ള ആരാമത്തിൽ, ഉപവനത്തിൽ അഥവാ ഉദ്യാനത്തിൽ വസിച്ച്, അവിടെയാണ് സൗകര്യങ്ങൾ ചെയ്തിരുന്നത്, ടെന്റുകളൊക്കെ പണിതിരുന്നത്. അവിടെ വസിച്ചുകൊണ്ട് അച്ഛനും കൂട്ടുകാരുമായി വസിച്ച് കുറച്ച് വിശ്രമിച്ച ശേഷം വിഹിതാശനഃ, ഇവർ പൊതിച്ചോറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. തൈര് സാദം, പാല് സാദം, നെയ് സാദം എന്ന് പറഞ്ഞ മാതിരി ചോറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ തുറന്ന് കഴിച്ചു. ഉച്ച കഴിഞ്ഞുവല്ലോ, അപ്പോൾ രാവിലെ പുറപ്പെട്ടതല്ലേ, വെറും വയറ്റില്. അപ്പോൾ അതാണ് ഇവിടെ വിഹിതാശനഃ. അശനം എന്ന് പറഞ്ഞാൽ ആഹാരങ്ങളൊക്കെ വേണ്ട പോലെ വിഹിതമാക്കിയിട്ട് നിർവഹിച്ച ശേഷം വിഹിതാശനഃ സഖിജനൈഃ പുരീമീക്ഷിതും യാതഃ. സഖിജനൈഃ പുരീം ഈക്ഷിതും യാതഃ, കൂട്ടുകാരുമായിട്ട് ആ മധുരാപുരി, കാരണം ആദ്യമായിട്ടാണ് ഒരു പട്ടണം കാണാൻ വരുന്നത്. ഇതുവരെ നാട്ടുംപുറം അല്ലേ, വ്രജം, ഗോകുലം, വൃന്ദാവനം, കൃഷിസ്ഥലങ്ങളും പുൽമേടുകളും മലയും കാടും മാത്രമുള്ള വളരെ എന്താ പറയുക, നാട്ടിൻപുറത്തെ പശുക്കളെ മേച്ച് നടന്ന ആൾക്കാരാണ്. ഒരു പട്ടണം എങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ മധുരാപുരി പഴയ പുരിയാണ്, ഏറ്റവും പ്രാചീനമായിട്ടുള്ള സപ്തപുരികളിൽ ഒന്ന് തന്നെയാണ് മധുരാപുരി. അപ്പോൾ ആ പുരിയെ കാണാൻ, മധുരാപുരിയെ കാണുവാനായിക്കൊണ്ട്, അതാണ് സഖിജനൈഃ പുരീം ഈക്ഷിതും, പട്ടണത്തിലെ കാഴ്ചകൾ കാണാനായിക്കൊണ്ട് യാതഃ
ഗുരുവായൂരപ്പ അങ്ങ് യാനം ചെയ്തു, കൂട്ടുകാരെയും കൂട്ടിക്കൊണ്ട് അങ്ങ് പുറപ്പെട്ടു. അച്ഛനോട് പറഞ്ഞു, ഇപ്പോൾ വരാ, ഞങ്ങൾ ഇവിടേക്ക് ഒന്ന് കണ്ടിട്ട് വരാ എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു, സൂക്ഷിക്കണം, അവിടെ പോയി കുസൃതിയൊന്നും ഒപ്പിക്കരുത്, ആരെയും ഉപദ്രവിക്കരുത്, വേണ്ടാത്തൊന്നും ഉണ്ടാവരുത്, അവിടെ കാവൽക്കാരൊക്കെ ഉണ്ടാവും, രാജഭടന്മാരെ ശിക്ഷിക്കും, അതുകൊണ്ട് സൂക്ഷിച്ചു പോകണം എന്നൊക്കെ പറഞ്ഞു. ശരി ശരി എന്നൊക്കെ പറഞ്ഞ് അച്ഛനെ സമ്മതിപ്പിച്ചിട്ടാണ് പോക്ക്. അങ്ങനെ പോയി സഖിജനൈ പുരീമീക്ഷിതും യാതഃ, പിന്നെയോ പ്രാപോ രാജപദം, രാജപദം പ്രാപ, ആ രാജവീതിയിലേക്ക് പ്രാപിച്ചു. പ്രധാന പദം, കൊട്ടാരത്തിലേക്ക് നയിക്കുന്നതായിട്ടുള്ള വലിയ വീതി, രാജവീതി, രഥങ്ങളൊക്കെ ഉരുളുന്നതായിട്ടുള്ള വലിയ രാജപദം. അപ്പൊ അതിലേക്ക് പ്രവേശിച്ചു, പ്രധാന തെരുവിലേക്ക് പ്രാപിച്ചു എന്നാണ്. അത് എന്തുകൊണ്ടാണ് ആ രാജവീതിയിലേക്ക് നയിക്കപ്പെട്ടത് എന്ന് മേൽപ്പത്തൂർ ചോദിക്കുകയാണ്. ചിരശ്രുതിർവ്യാലോക കൗതൂഹല സ്ത്രീ പുംസോദ്യത് അഗണ്യ പുണ്യ നികളൈഹി ആകൃഷ്യമാണോനു കിം. ഗുരുവായൂരപ്പ, ആകർഷിക്കപ്പെട്ടിട്ടാണോ ആ വഴിക്ക് പോയത് എന്നാണ്. ആകൃഷ്യമാണോനു കിം, ആകൃഷ്യമാണനായിട്ടാണോ പോയത് എന്നാണ്. എന്താണ് ഭഗവാനെ അവിടേക്ക് ആകർഷിച്ചത്? അവിടെയുള്ളതായിട്ടുള്ള ജനങ്ങൾ, പൗരജനങ്ങൾ, അവരുടെ അളവില്ലാത്തതായിട്ടുള്ള പുണ്യം, അത് പാകമായി, ആ പുണ്യത്തിൻ്റെ പാകമായ പുണ്യം ചങ്ങല പോലെ പിടിച്ചു വലിച്ചു എന്നാണ്. കാരണം അവർക്ക് പുണ്യം പാകമാവാൻ എന്താ കാരണം? വളരെ കാലമായി കൃഷ്ണനെ കുറിച്ച് അവർ കേൾക്കുന്നുണ്ട്. ചിരശ്രുതി ധൃത, ചിരമായിട്ട് ശ്രുതിയിൽ ധരിച്ചിരിക്കുന്നു, കാതിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കൃഷ്ണന്റെ ലീലകൾ, കൃഷ്ണന്റെ മഹാത്മ്യങ്ങൾ. അപ്പൊ കൃഷ്ണനെ കുറിച്ച് ധാരാളം കേട്ട് 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 ആ കൃഷ്ണനെ കാണണം 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 എന്നുള്ള കൊതിയോടുകൂടി ഇരിക്കുന്നവരാണ് ഈ കംസന്റെ രാജധാനിയോട് ചേർന്നിട്ടുള്ള മധുരാപുരിയിലുള്ളതായിട്ടുള്ള ആളുകളൊക്കെ. പക്ഷേ കംസനെ ഭയന്നിട്ട് പോകാനോ കാണാനോ നിവൃത്തിയില്ല. അപ്പൊ എന്ന് കാണും എന്ന് കാണും എന്ന് കാണും എന്ന് വിചാരിച്ച് കൊതിയോടുകൂടി ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഭഗവാനെ ധ്യാനിക്കുകയല്ലേ അവരും ചെയ്തത്? തീർച്ചയായിട്ടും അവരും ഭഗവാനെ ധ്യാനിക്കുകയാണ്. അപ്പൊ അത് പുണ്യമല്ലേ? ആ ഭഗവാനെ ധ്യാനിക്കുക എന്നുള്ള പുണ്യം ആർജിച്ചത് കൊണ്ട് ആ പുണ്യത്തിന്റെ പരിഭാഗമായി, അതാണ് ചിരശ്രുതി ധൃത വ്യാലോക കൗതൂഹലം, ഭഗവാനെ കാണുവാനുള്ള, വ്യാലോകനം ചെയ്യുവാനുള്ള കൗതൂഹലം, ആ എന്തെന്നില്ലാത്ത കൊതി, തൃഷ്ണ, അത് അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. കൗതുകമുണ്ടായിരുന്നു, കൊതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൗതൂഹലം കൊണ്ട് സ്ത്രീ പുംസോദ്യത് അഗണ്യ പുണ്യനികളൈഹി, ആ സ്ത്രീ പുരുഷന്മാരുടെ ഉദ്യത് എന്ന് പറഞ്ഞാൽ ഉദിച്ചു വരുന്നത്, ഉയർന്നു വരുന്നത്, വികസിച്ചു വരുന്നത് എന്നൊക്കെ അർത്ഥം. സമയമാകുമ്പോഴാണല്ലോ ഉദിച്ചു വരിക എല്ലാം. സൂര്യൻ ഉദിക്കുന്നത് സമയമാകുമ്പോഴാണ്, പൂക്കൾ വികസിക്കുന്നത് സമയമാകുമ്പോഴാണ്. അതുപോലെ അവരുടെ പുണ്യം സഫലമാകുകയാണ്, ഉദിച്ചു വരികയാണ്. അങ്ങനെ ഉദ്യത് അഗണ്യ പുണ്യനികളൈഹി, അഗണ്യമായ, ഗണിക്കാൻ പറ്റാത്ത അനന്തമായ പുണ്യനികളൈഹി. നികളം നികടം തന്നെ, നികടം നികളം ഒക്കെ ചങ്ങലയുടെ പര്യായം കൂടിയാണ്. അപ്പൊ പുണ്യമാകുന്ന ചങ്ങല കൊണ്ട് ആകൃഷ്യമാണ് കിംനു, ചങ്ങല കെട്ടി വലിച്ചൊഴിക്കുന്നത് പോലെയാണ് ഭഗവാൻ പോയത് എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ ഇന്ന് കൃഷ്ണനും രാമനും പുരത്തിന്റെ പുറത്തെത്തിയിട്ടുണ്ട്, അവര് ചിലപ്പോൾ പുരി കാണാൻ വരും എന്നൊക്കെ നാട്ടിൽ പാട്ടായി കഴിഞ്ഞു. ഫ്ലാഷ് ന്യൂസ് എല്ലാവരും ചെവിയിൽ പറയാൻ തുടങ്ങി. ആ കൃഷ്ണനും കൂട്ടുകാരുമായിട്ട് ഇതാ മധുരാപുരി കാണാൻ ഇറങ്ങിയിട്ടുണ്ടെന്ന് കേട്ടു, ഏത് വഴിക്കാ വരിക എന്നറിയില്ല എന്ന് എല്ലാവരും അറിഞ്ഞു. അപ്പൊ അവരൊക്കെ അവരവരുടെ വീടുകളിലെ പണികളൊക്കെ വിട്ട് എല്ലാവരും അവരവരുടെ വീട്ടിന്റെ പുറത്ത് അല്ലെങ്കിൽ മുകളിൽ മട്ടുപ്പാവില്, സ്ത്രീകളാണെങ്കിൽ മട്ടുപ്പാവില്, പുരുഷന്മാരും കുട്ടികളും ഒക്കെ താഴെ വന്ന് കാത്തു നിൽക്കുകയാണ് തെരുവീതികളിൽ കാണാൻ വേണ്ടി കൊതിയോടുകൂടി. അപ്പൊ അവരുടെ പുണ്യം ഭഗവാനെ വലിച്ചഴക്കുകയാണ് അവരുടെ മുമ്പിലേക്ക് കാണാൻ വേണ്ടി, അവരുടെ ഭാഗ്യം അതാണ്. അങ്ങനെയാണോ കൃഷ്ണ എന്ന് ഗുരുവായൂരപ്പ എന്ന് മേൽപ്പത്തൂർ ചോദിക്കുകയാണ്. ചിരശ്രുതി ധൃത വ്യാലോക കൗതൂഹല സ്ത്രീ പുംസാദി, സ്ത്രീ പുംസോദ്യത് അഗണ്യ പുണ്യനികളൈഹി ആകൃഷ്യമാണോനു കിം രാജപദം പ്രാപഹ. അങ്ങനെ അങ്ങ് രാജപദത്തിലേക്ക്, രാജമാർഗത്തിലേക്ക് എത്തിച്ചേർന്നു. അപ്പൊ എല്ലാവരും കൊതിയോടുകൂടി രണ്ടു വശത്തും നോക്കി നിൽക്കുകയാണ്. കൊട്ടാരങ്ങളുടെ മുകളിലും മാളിക മുകളിലും ഉമ്മറപ്പടികളിലും അല്ലെങ്കിൽ വരാന്തകളിലും മുറ്റത്തും ഒക്കെ ഇറങ്ങി നിന്നുകൊണ്ട് കൃഷ്ണ ദർശനത്തിന് കൊതിച്ചു നിൽക്കുകയാണ് മധുരാവാസികളെല്ലാം. അപ്പോൾ ആ
ഭഗവാനെ കാണാൻ വന്ന സ്ത്രീജനങ്ങളെക്കുറിച്ചാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. ഭാഗ്യവതികളായ മധുരാപുരവാസികൾ. ഒന്നാമത്തെ ശ്ലോകം ഒന്നുകൂടെ വായിക്കാം. സംപ്രാപ്തോ മധുരാം ദിനാർദ്ധവിഗമേ തത്രാന്തരസ്മിൻ വസന്ന് ആരാമേ വിഹിതാശന സഖിജനൈഃ യാദഃ പുരീമീക്ഷിതും പ്രാപോ രാജപദം ചിരശ്രുതിധൃതവ്യാലോക കൗതൂഹല സ്ത്രീപുംസോദ്യതഗണ്യ പുണ്യനികളൈഃ ആകൃഷ്യമാണോനു കിം ത്വൽപാദദ്യുതിവത്സരാഗസുഭഗാഃ ത്വന്മൂർത്തിവദ്യോഷിതഃ സംപ്രാപ്താ വിലസൽപയോദരരുചോ ലോലാഭവദൃഷ്ടിവദ് ഹാരിണ്യസ്ത്വദുരസ്ഥലീവദയിതേ മന്ദസ്മിത പ്രൗഢിവദ് നൈർമല്യോല്ലസിതാ കചൗഗരുചിവദ് രാജത്കലാഭാശ്രിതാ ത്വൽപാദദ്യുതിവത്സരാഗസുഭഗാഃ ത്വന്മൂർത്തിവദ്യോഷിതഃ സംപ്രാപ്താ വിലസത്പയോദരരുചോ ലോലാഭവദൃഷ്ടിവദ് ഹാരിണ്യസ്ത്വദുരസ്ഥലീവദയിതേ മന്ദസ്മിത പ്രൗഢിവദ് നൈർമല്യോല്ലസിതാ കചൗഗരുചിവദ് രാജത്കലാഭാശ്രിതാ. ഇതൊരു മനോഹരമായിട്ടുള്ളൊരു ഒരു ശ്ലോകം, ശ്ലേഷം എന്ന് പറയുന്ന ഒരു അലങ്കാര പ്രയോഗത്തിലൂടെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഒരു വാക്കിന് രണ്ടർത്ഥം കൊടുത്തുകൊണ്ടുള്ള പദപ്രയോഗങ്ങളാണ് ഇവിടെ. എന്താ ഇവിടെ വിഷയം? ഈ മധുരാപുരത്തിലെ സ്ത്രീകളെല്ലാം നിരന്തരം കൃഷ്ണനെ കാണണം, കൃഷ്ണനെ കാണണം, കൃഷ്ണനെ കാണണം എന്ന് ധ്യാനിച്ച് അവരൊക്കെ കൃഷ്ണ സാരൂപ്യം പ്രാപിച്ചവരായി എന്ന് തോന്നുന്നു എന്നാണ് കവിയുടെ ഒരു ഭാവന. യത് ഭാവഃ തദ് ഭവതി എന്നാണല്ലോ. ആസ് യു തിങ്ക് സോ യു ബിക്കം. നിങ്ങൾ എന്ത് തന്നെ ചിന്തിച്ചിരിക്കുന്നുവോ നിങ്ങൾ അതായി തീരും. ഒരു പുഴു വേട്ടാളനെ ധ്യാനിച്ച് അതിന്റെ പുഴുഭാവം വെടിഞ്ഞ് കീടത്വം വെടിഞ്ഞ് വേട്ടാളനായി തീരുന്നത് പോലെ അല്ലേ? കീടകോ ഭ്രമരം ധ്യായൻ ഭ്രമരത്വായ കൽപ്പതേ എന്ന് പറയും. കീടകം ഭ്രമരത്തെ ധ്യാനിച്ച് ഭ്രമരമായി തീരുന്നു എന്നതുപോലെ നമ്മൾ എന്തിനെ ധ്യാനിക്കുന്നുവോ അതായിത്തീരും. ഇപ്പൊ ഇവിടെ ഈ മധുരാപുരിയിലെ സ്ത്രീകൾ ഭഗവാനെ കാണാൻ വേണ്ടി കൊതിച്ച് ധ്യാനിച്ച് ഭഗവത് സാരൂപ്യം പ്രാപിച്ചവരായി. ഇതാ ഇനിയിപ്പോ ഭഗവാന്റെ സാമീപ്യവും കിട്ടി അല്ലേ? മുക്തിയാണ് സാരൂപ്യം, സാമീപ്യം, സാലോക്യം, സായുജ്യം. ഇങ്ങനെ 4 തരത്തിൽ മുക്തിയെക്കുറിച്ച് പറയും പുരാണങ്ങളിൽ. അപ്പോൾ ഭഗവാന്റെ സാരൂപ്യം, സരൂപത, രൂപത്തിന് സാമ്യം, ഒരുപോലെയുള്ള രൂപം. അത് കഴിഞ്ഞ് സാമീപ്യം, സമീപത്ത് വസിക്കാനുള്ള ഭാഗ്യം. സാലോക്യം, കാണാനുള്ള ഭാഗ്യം, ലോകനം ചെയ്യുവാനുള്ള ഭാഗ്യം, സാലോക്യം. സായുജ്യം, അവസാനം ഒന്നായിത്തീരുന്ന മുക്തി. അപ്പോൾ സായുജ്യം അവർക്ക് പിന്നീട് കിട്ടും. ഇപ്പോൾ സാമീപ്യവും സാലോക്യവും കിട്ടുകയാണ് ഭഗവാന്റെ അനുഗ്രഹം. സാരൂപ്യം കിട്ടിക്കഴിഞ്ഞു അവർക്ക്, അവർ സ്വരൂപരായി തീർന്നു. ഇനി സാമീപ്യവും സാലോക്യവും അനുഭവിക്കുന്നു. അവരുടെ ഒരു ഭാഗ്യം, അവരുടെ ഒരു പുണ്യാതിരേകം. ഭഗവാനെ ധ്യാനിച്ച് അവർ ഇത്രയും അർഹതയുള്ളവരായി തീർന്നു. ഭഗവാനെ അടുത്ത് നേരിൽ കാണാനുള്ള ഭാഗ്യം ലഭിച്ചു എന്നാണ് ഇവിടെ സൂചന. അപ്പോൾ ആ സ്ത്രീകളെ വർണ്ണിക്കുന്നത് മുഴുവൻ ഭഗവാന്റെ രൂപവുമായി സാദൃശ്യപ്പെടുത്തിക്കൊണ്ട്, ഒരു പദത്തിന് 2 അർത്ഥങ്ങൾ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ത്വൽപാദദ്യുതി വത്സരാഗ സുഭഗാഃ ത്വന്മൂർത്തിവദ് യോഷിതഃ സംപ്രാപ്താ വിലസത് പയോദരരുചോ ലോലാ ഭവദൃഷ്ടിവദ് ഹാരിണ്യഃ ത്വദുരസ്ഥലീവദ് അയിതേ മന്ദസ്മിത പ്രൗഢിവദ് നൈർമല്യോല്ലസിതാഃ കചൗഗരുചിവദ് രാജത് കലാഭാശ്രിതാഃ. 3-ാമത്തെ വരിയിൽ ഐ തേ എന്നുള്ളത്. ഐ എന്നുള്ളത് അല്ലയോ ഗുരുവായൂരപ്പ എന്ന സംഭവത്തിനാണ്. ഐ, അല്ലയോ ഗുരുവായൂരപ്പ ഭഗവാനെ എങ്ങനെയായിട്ടാണ് ആ യോഷിതഃ സംപ്രാപ്താഃ
യോഷിത്തുക്കൾ സംപ്രാപ്തരായി അങ്ങയുടെ അടുത്തേക്ക് വന്നു ചേർന്നു, അങ്ങയെ കാണാൻ വന്നു. യോഷിതഃ സംപ്രാപ്താഹ, രണ്ടാമത്തെ വരിയില്. അപ്പൊ കീദൃശ് എങ്ങനെയായിട്ട് എന്നാണ്. ത്വൽപാദദ്യുതിവത് സരാഗസുഭഗാഹ, ത്വൽപാദദ്യുതിവത് സരാഗസുഭഗാഹ യോഷിതഃ. യോഷിത്തുക്കള് എങ്ങനെയായിരുന്നു? ത്വൽപാദദ്യുതിവത്, അങ്ങയുടെ പാദത്തിന്റെ പ്രകാശം പോലെ. എന്താണ് ഭഗവാന്റെ പാദം? ചന്താമര പോലെയാണ്, ചുവന്ന് തൊടുത്തതാണ് അല്ലേ ഭഗവാന്റെ പാദത്തിന്റെ കാന്തി. അങ്ങനെ ചുവന്ന് തൊടുത്ത പാദം പോലെ ത്വൽപാദദ്യുതിവത് സരാഗ സുഭഗാഹ. ഭഗവാന്റെ പാദത്തിന് സരാഗവുമുണ്ട്, സൗഭഗവുമുണ്ട്. സരാഗം എന്ന് പറഞ്ഞാൽ രഞ്ജന എന്ന് പറഞ്ഞാൽ ചുവപ്പ് നിറത്തെയാണ് പറയുന്നത് രാഗം എന്ന്. അപ്പൊ ഭഗവാന്റെ പാദത്തിന് ചുവപ്പ് നിറമുണ്ട്, ഭഗവാന്റെ പാദത്തിന് സൗഭഗവുമുണ്ട്. സൗന്ദര്യം ആണ് സൗഭഗം, രണ്ട് ലക്ഷണങ്ങളുണ്ട്. അതുപോലെ ഈ സ്ത്രീകളും സരാഗ സുഭഗാഹ. പക്ഷെ ഇവിടെ എന്താ അർത്ഥം സരാഗ സുഭഗാഹ എന്ന് സ്ത്രീകളുടെ കാര്യം പറയുമ്പോ? അവര് അങ്ങയുടെ നേരെ സരാഗത്തോട് കൂടിയിട്ട്, അനുരാഗത്തോട് കൂടിയിട്ട് എന്നാണ്, വർദ്ധിച്ച അനുരാഗത്തോട് കൂടിയവരായിട്ടും, സുഭഗാഹ എന്ന് പറഞ്ഞാൽ സൗന്ദര്യത്തോട് കൂടിയവരായിട്ടും, നല്ല സൗന്ദര്യത്തോട് കൂടിയവരും ഭഗവാനോടുള്ള അനുരാഗത്തോട് കൂടിയവരുമായിട്ട്. ഇനി അവർക്ക് നാണം കൊണ്ട് ചുവപ്പ് അവരുടെ മുഖമൊക്കെ തൊടുത്തിട്ടുണ്ടാവും ഇനി വേണമെങ്കിൽ. സരാഗ സുഭഗാഹ. അപ്പൊ എന്തായാലും അനുരാഗത്തോടുകൂടി സുന്ദരികളായിട്ടുള്ള ആ സ്ത്രീകൾ അങ്ങയുടെ പാദത്തെ പോലെ ഉണ്ടായിരുന്നു. അങ്ങയുടെ പാദത്തിന്റെ സരാഗതയും സുഭഗതയും അവര് ആർജിച്ചിരുന്നു. പിന്നെയോ ത്വന്മൂർത്തിവത് വിലസത് പയോദരരുചഃ, ത്വന്മൂർത്തിവത് വിലസത് പയോദരരുചഃ. ത്വന്മൂർത്തിവത് എന്ന് പറഞ്ഞാൽ അങ്ങയുടെ മൂർത്തിയെ പോലെ. ഭഗവാന്റെ മൂർത്തി ഏതുപോലെയാണ്? പയോദര രുചിയാണ്. പയോദരം എന്ന് പറഞ്ഞാൽ മേഘം എന്നൊരർത്ഥം. പയസ് വെള്ളം, വെള്ളം ധരിച്ചിരിക്കുന്നത് മേഘം. അപ്പൊ പയോദര കാന്തി എന്ന് പറഞ്ഞാൽ മേഘകാന്തി. അപ്പോൾ ശോഭിക്കുന്ന മേഘം പോലെയുള്ളതാണ് ഭഗവാന്റെ മൂർത്തി. എന്നാൽ ഇവരെ സംബന്ധിച്ച് എന്തർത്ഥത്തിൽ എടുക്കണം? ത്വന്മൂർത്തിവത് എന്ന് പറഞ്ഞ വിലസത് പയോദര രുചഃ എന്നൊക്കെ മേൽപ്പത്തൂർ പറഞ്ഞുവെങ്കിലും അവിടെ പയോദരത്തിന് അർത്ഥം സ്തനം, വലിയ സ്തനങ്ങൾക്ക് പയോദരം എന്ന പേര്. പാലിനെ ധരിച്ചിരിക്കുന്നത് പയോദരം. അപ്പോൾ വലിയ സ്തനങ്ങളുടെ കാന്തിയോട് കൂടിയവരായിട്ട്, നല്ല വിലസുന്ന സ്തനഭാരത്തോട് കൂടിയവരായിട്ട്. അങ്ങയുടെ മൂർത്തിക്ക് മേഘകാന്തിയാണെങ്കിൽ ഇവർക്കും ഉണ്ട്, ഇവരുടെ കയ്യിലുണ്ട് പയോദര കാന്തി. അങ്ങയ്ക്കും പയോദര കാന്തി, ഇവർക്കും പയോദര കാന്തി. അങ്ങയുടെ പയോദര കാന്തി മേഘകാന്തി, ഇവരുടെ പയോദര കാന്തി അവരുടെ സ്തനത്തിന്റെ ശോഭ. അങ്ങനെ വ്യത്യസ്ത അർത്ഥങ്ങളെ വ്യംഗ്യമായി പറഞ്ഞുകൊണ്ട് ത്വന്മൂർത്തിവത് വിലസത് പയോദര രുചഃ. പിന്നെയോ ഭവൽ ദൃഷ്ടിവത് ലോലാഹ, അങ്ങയുടെ ദൃഷ്ടിയെ പോലെ ലോലകളായിരുന്നു അവര് എന്നർത്ഥം. ഇവിടെ ഭഗവാന്റെ ദൃഷ്ടി എങ്ങനെയായിരുന്നു? എല്ലാവരുടെ നേരെയും വളരെ ലോലമായി സഞ്ചരിച്ചു കൊണ്ടിരുന്നു, ചഞ്ചലം ആയിക്കൊണ്ടിരുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരുന്നു ഭഗവാന്റെ കണ്ണ്. അപ്പൊ അങ്ങയുടെ കണ്ണ് എങ്ങനെ ലോലമായിരുന്നുവോ അതുപോലെ ഈ സുന്ദരികളും അതിലോലകളായിരുന്നു, തരളിതകളായിരുന്നു. ലോലഭാവം എന്ന് പറഞ്ഞാൽ എന്തെന്നില്ലാത്തൊരു കോമളമായ ഭാവം, മൃദുവായിട്ടുള്ള ഭാവം എന്നൊക്കെ അർത്ഥം. സൗകുമാര്യത്തെ സൂചിപ്പിക്കുന്ന ഭാവമാണ് ലോലം. ഭവൽ ദൃഷ്ടിവത് ലോലാഹ ചഞ്ചലാഹ. ത്വദൂരസ്ഥലീവത് ഹാരിണ്യഃ. ത്വദുരസ്ഥലീവത് അങ്ങയുടെ ഉരസ്ഥലം, അങ്ങയുടെ മാറിടം. അവിടെ എന്തുണ്ട്? ഹാരങ്ങളുണ്ട്. ഭഗവാന്റെ മാറിൽ ഹാരങ്ങൾ ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭഗവാന്റെ ഉരസ്ഥലം ഹാരിയാണ്, ഹാരത്തോട് കൂടിയത്. അതുപോലെ ഇവരും ഹാരിണ്യഃ എന്ന് പറഞ്ഞാലോ രണ്ടർത്ഥം. അവരും മാലകൾ ധരിച്ചിട്ടുണ്ട്, അവർ മനോഹാരിണികളാണ്. ഹാരിണി എന്നുള്ളതിന് മനോഹാരിണി എന്നും അർത്ഥം. കാണുന്നവരുടെ മനസ്സിനെ ഹരിക്കുന്നവരാണ് അവര്. ഇനി അവരും മാലകളും ഒക്കെ ധരിച്ചിട്ടുണ്ട് എന്നും അർത്ഥം, രണ്ടർത്ഥത്തിലും എടുക്കാം. അപ്പൊ ത്വദുരസ്ഥലീവത് ഹാരിണ്യഃ തേ മന്ദസ്മിത പ്രൗഢിവത് നൈർമല്യോല്ലസിതാഹ. അങ്ങയുടെ മന്ദസ്മിതത്തിന്റെ പ്രൗഢി പോലെ നൈർമല്യ ഉല്ലസിതാഹ. നൈർമല്യം നിഷ്കളങ്കത, അതുകൊണ്ട് പ്രകാശിക്കുന്നവര്. അപ്പൊ അങ്ങയുടെ മന്ദസ്മിതത്തിന് ഒരു നൈർമല്യമുണ്ട്.
ഒരു നിഷ്കളങ്കതയുണ്ട്, അതുപോലെ അവരും നിഷ്കളങ്കരായിരുന്നു എന്നർത്ഥം. ഈ മധുരാപുരി വാസികളായിട്ടുള്ള സ്ത്രീകളും കളങ്കമറ്റവരായിട്ടുള്ള ആളുകളായിരുന്നു ആ സ്ത്രീകൾ. നൈർമല്യോല്ലസിതാഹ തേ മന്ദസ്മിത പ്രൗഢിവത് കചൗക രുചിവത് രാജത് കലാപാശ്രിതാഹ. കചൗകം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കചൗകം മുടിക്കെട്ട്. കചം മുടിയാണ്, ഓകം അതിൻ്റെ കൂട്ടം, അതിൻ്റെ രുചി കാന്തി. അപ്പോൾ അങ്ങയുടെ തലമുടിക്കെട്ട് പോലെ രാജത് കലാപാശ്രിത, അങ്ങയുടെ തലമുടിക്കെട്ടിൽ കലാപം രാജിക്കുന്നുണ്ട്. കലാപം എന്ന് പറഞ്ഞാൽ മയിൽപീലി എന്നൊരർത്ഥം. അപ്പോൾ ഭഗവാന്റെ തലയിലാകട്ടെ മയിൽപീലി ആശ്രയിക്കപ്പെട്ടിരിക്കുന്നു, അതിങ്ങനെ പ്രകാശിക്കുന്നു, വെട്ടിത്തിളങ്ങുന്നു, ശോഭിക്കുന്നു. മയിൽപീലി തിളങ്ങുന്ന കചമാണ് അങ്ങയുടേത് എങ്കിൽ ഇവരോ അങ്ങയുടെ എന്താ പറയുക, മയിൽപീലിയാകുന്ന കലാപം പോലെ ഇവർ കലാപാശ്രിതാഹ എന്ന് പറഞ്ഞാൽ, കലാപം എന്ന് പറഞ്ഞാൽ ആഭരണങ്ങളെന്നും ഉണ്ട്. അപ്പം ഇവരാവട്ടെ ശരീരം മുഴുവൻ ആഭരണങ്ങളെ ധരിച്ചിട്ടുള്ളവർ, കലാപം കൊണ്ട് രാജിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ആഭരണങ്ങൾ കൊണ്ട് പ്രകാശിക്കുന്നവർ, ശരീരം മുഴുവൻ ആഭരണങ്ങളിട്ട് പുരസ്ത്രീകളല്ലേ, അവരൊക്കെ എപ്പോഴും ആഭരണങ്ങൾ അണിഞ്ഞു നടക്കും. അപ്പോൾ ധാരാളം ആഭരണങ്ങളെ കൊണ്ട് ശോഭിക്കുന്നവരുമായിട്ടുള്ള യോഷിതഃ സംപ്രാപ്താഹ, അങ്ങയെ കാണുവാനായിക്കൊണ്ട് ആ സ്ത്രീകളെല്ലാം വന്നു ചേർന്നു. അപ്പോൾ ഭഗവാന്റെ രൂപവുമായിട്ട് സാദൃശ്യമുണ്ട്. എങ്ങനെയൊക്കെയാണ് ഒപ്പിച്ചത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഭഗവാന്റെ രൂപത്തിലുള്ള ഏതൊക്കെയോ ഗുണങ്ങൾ അവർക്കും വന്നു ചേർന്നിട്ടുണ്ട്. ഭഗവാന്റെ കാലിൻ്റെ ആ ചുവപ്പ് വർണ്ണവും ആ സൗഭഗവും അവർക്കും കിട്ടിയിട്ടുണ്ട്. അവർക്ക് സൗന്ദര്യവും അവർക്ക് ഉള്ളിൽ അനുരാഗവുമുണ്ട്, രാഗവും സൗഭഗവുമുണ്ട്. അങ്ങ് പയോദര കാന്തിയുള്ള ആളാണ്, അവർക്കും ഉണ്ട് പയോദര കാന്തി. അങ്ങ് മേഘകാന്തി, അവർ സ്തനകാന്തി. അങ്ങയുടെ ദൃഷ്ടി ലോലമാണ്, അവരുടെ ശരീരവും അവരുടെ പ്രകൃതവും ലോലമാണ്. അങ്ങ് മാറിടത്തിൽ ഹാരങ്ങൾ ധരിച്ചിട്ടുണ്ട്, അവരും മനോഹാരിണികളാണ്, അവരും മാറിൽ ഹാരണങ്ങൾ ധരിച്ചിട്ടുണ്ട്. അങ്ങയുടെ മന്ദസ്മിതം പോലെ നിഷ്കളങ്കരാണ് അവര്. അങ്ങയുടെ മുടിയിൽ മയിൽപീലി പ്രകാശിക്കുന്നത് പോലെ അവരും ആഭരണങ്ങൾ കൊണ്ട് ശോഭിക്കുന്നവരാണ്, കലാപം കൊണ്ട് ശോഭിക്കുന്നവരാണ്. അങ്ങനെ വന്നു ചേർന്നു എന്ന് മേൽപ്പത്തൂര് ആ സ്ത്രീകളുടെ സൗന്ദര്യത്തെ വർണ്ണിക്കാൻ ഇങ്ങനെ പരോക്ഷമായി വർണ്ണിച്ചു. ത്വൽപാദദ്യുതിവത്സരാഗസുഭഗാഃ ത്വന്മൂർത്തിവദ്യോഷിതഃ സംപ്രാപ്താ വിലസത്വയോദരരുചോ ലോലാഭവൽ ദൃഷ്ടിവദ് ഹാരിണ്യസ്ത്വദുരസ്ഥലീവദയിതേ മന്ദസ്മിത പ്രൗഢിവത് നൈർമല്യോല്ലസിതാ കചൗകരുചിവത് രാജത് കലാപാശ്രിതാഃ. അപ്പോൾ ഭഗവാൻ മധുരാപുരിയിലേക്ക് പ്രവേശിച്ചു. ഇനി ഓരോരോ സംഭവ വികാസങ്ങളാണ്. ഭഗവാൻ ആരെയൊക്കെ നിഗ്രഹിക്കുന്നു, ആരെയൊക്കെ അനുഗ്രഹിക്കുന്നു, ഓരോരോ സംഭവങ്ങൾ തുടർന്ന് വരുന്നുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഭഗവാൻ മധുരാപുരിയിൽ പ്രവേശിച്ചപ്പോഴാണ് കംസന്റെ വസ്ത്രം അലക്കിക്കൊണ്ടുപോകുന്ന രചകനെ കാണുന്നതും, ആ രചകനോട് വസ്ത്രം ചോദിച്ചപ്പോൾ കൊടുക്കാതിരിക്കുന്നതും, ആ രചകന്റെ പണി കഴിക്കുന്നതും, എന്നിട്ട് വസ്ത്രമൊക്കെ തനിക്കും കൂട്ടുകാർക്കും വേണ്ടത് തിരഞ്ഞെടുക്കുന്നതും, പിന്നീട് ഒരു തയ്യൽക്കാരൻ്റെ അടുത്ത് പോയിട്ട് അതിനെ വേണ്ട പാകത്തിന് സ്റ്റിച്ച് ചെയ്തെടുത്ത് അയാളെ അനുഗ്രഹിക്കുന്നു. അത് കഴിഞ്ഞൊരു മാലക്കാരൻ്റെ അടുത്ത് പോയി മാല വാങ്ങിക്കുന്നു, അയാളെയും അനുഗ്രഹിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ കുബ്ജയുടെ അടുത്തേക്ക് ത്രിവക്ര എന്നുള്ള കുറിക്കൂട്ടുകളും കൊണ്ടുപോകുന്നവളെ അവളുടെ വളവൊക്കെ നിർത്തി കൊടുക്കുന്നു, സുന്ദരിയാക്കുന്നു, അവളുടെ ലേപനങ്ങളൊക്കെ വാരി പൂശുന്നു. ഇങ്ങനെയുള്ള ഭഗവാന്റെ ആ മധുരാപുരിയിൽ നടത്തുന്ന ഓരോ ലീലകൾ നമുക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ തുടർന്ന് കാണാം. നാളെ ഉണ്ടാവില്ല, മറ്റന്നാൾ. നാളെ വെള്ളിയാഴ്ച ദേവി മാഹാത്മ്യ തരംഗിണി. ഹരി ഓം ഹരി ഓം. മറ്റന്നാൾ തുടർന്ന് കാണാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.
ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. വൈകിട്ട് ഗീതാ ക്ലാസ്സിൽ കാണാം. ഹരി ഓം. ഹരി ഓം. നാരായണ.